അമ്മയുടെ പുസ്തകത്തിലൂടെ അല്ലെങ്കിൽ അമ്മ മകളെക്കുറിച്ച് എഴുതിയ ഓർമ്മ പുസ്തകത്തിലൂടെ മോനിഷ പുനർജനിക്കുകയാണ്. മോനിഷയെക്കുറിച്ച് ഓർക്കുമ്പോൾ കുമാരനാശാൻ്റെ വരികളാണ് ഓർമ്മ വരുന്നത്. കാലം കുറഞ്ഞ ദിനമെങ്കിലും അർത്ഥപൂർണം. 1985 നക്ഷതങ്ങൾ എന്ന സിനിമയിലൂടെ അരങ്ങേറ്റം കുറിച്ച് പ്രഥമ ചിത്രത്തിന് തന്നെ ദേശീയ അവാർഡ് ലഭിച്ച് 1992 വരെ 24 സിനിമകളിൽ മാത്രം അഭിനയിച്ചുകൊണ്ട് അക്കാലത്തിനിടയിൽ 3 അപരഭാഷാ ചിത്രങ്ങളിലും അഭിനയിച്ച് തൻ്റെ 21ാമത്തെ വയസ്സിൽ അകാലത്തിൽ തൻ്റെ നൃത്തം കലാശിച്ച ഒരു നർത്തകിയെപ്പോലെ ഈ ലോകത്തോട് വിട പറഞ്ഞ മോനിഷ ഇന്ന് ജീവിച്ചിരിക്കുകയാണെങ്കിൽ 54 വയസ്സ് തികയുമായിരുന്നു. 3 പതിറ്റാണ്ടും 2 ആണ്ടുമായി ആ വിയോഗത്തിന്. മോനിഷ മരിച്ചപ്പോൾ അവരുടെ കുടുംബം മാത്രമല്ല, കേരളമാകെ പുലകുളിച്ചു. അത്രമേൽ ഒരു കുടുംബ ബന്ധുത്വം മോനിഷയുമായി മലയാളത്തിലെ സിനിമാ പ്രേക്ഷകർക്ക് ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് മോനിഷ വീണ്ടും നിലവിൽ വരുന്നത്? എപ്രകാരമായിരുന്നു മോനിഷയുടെ അഭിനയ ജീവിതകാലം? എങ്ങനെയാണ് അവർ മലയാള സിനിമയിലേക്ക് ഒരു നായിക നടിയായി എത്തിപ്പെട്ടത്? ഇതിനെക്കുറിച്ച് പറയാൻ ആധികാരികമായി തന്നെ പറയാൻ നർത്തകിയും അഭിനേത്രിയുമായ ശ്രീദേവി ഉണ്ണി നമ്മുടെ ഒപ്പം ഉണ്ട്. ശ്രീദേവി ഉണ്ണി മലയാളത്തിലെ മികച്ച നർത്തകിയും അഭിനേത്രിയുമാണ്. മാത്രമല്ല മലയാളത്തിലെ മഹനീയമായ ഒരു മാതൃത്വത്തിൻ്റെ ഉടമസ്ഥയാണ് അവൾ. മോനിഷയുടെ അമ്മ എന്ന പേരിൽ അവർ അറിയപ്പെടുമ്പോൾ മോനിഷയെ പ്രസവിച്ച ആ അനശ്വരമായ മഹനീയമായ മാതൃത്വം. അവർ കോഴിക്കോട്ടുകാരിയാണ്. അവരുടെ അമ്മ മിസ്സിസ് PN മേനോൻ ഒരു സമസ്യാപൂരണത്തിൽ SK പൊറ്റക്കാടിനെ തോൽപ്പിച്ച സ്ത്രീത്വമാണ്. മോനിഷയുടെ അച്ഛൻ തൃശ്ശൂർ ജില്ലയിലെ പൈങ്കുളം സ്വദേശിയാണ്. കൂത്തിൻ്റെയും കൂടിയാട്ടത്തിൻ്റെയും പാരമ്പര്യമുള്ള കലാമണ്ഡലത്തിന് തൊട്ടുള്ള പൈങ്കുളം പ്രദേശത്താണ് മോനിഷയുടെ അച്ഛൻ. അപ്പോൾ 2 പാരമ്പര്യങ്ങളുടെ ഒരു സംഗമം മോനിഷയിലുണ്ട്. അവർ ജനിച്ചത് ബാംഗ്ലൂരിലാണ്. ബാംഗ്ലൂരിൽ സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ അവർ മലയാള സിനിമയിലേക്ക് മുഖം കാണിച്ചു. മലയാള സിനിമ ഒരു പുതിയ ഭാവുകത്വം ആവശ്യപ്പെടുന്ന 1985 കാലത്താണ് മോനിഷ, വിനീത്, സലീമ എന്നീ പുതുമുഖങ്ങളെ വെച്ചുകൊണ്ട് MT വാസുദേവൻ നായരുടെ തിരക്കഥയിൽ ഹരിഹരൻ നക്ഷതങ്ങൾ എന്ന സിനിമ എടുക്കുന്നത്. ഈ നക്ഷതങ്ങൾ എന്ന പേര് കാളിദാസൻ്റെ ഒരു കൽപ്പനയാണ്. വനാന്തലക്ഷ്മിക്ക് നക്ഷതങ്ങൾ വസന്തയോഗത്തിലുദിച്ച പോലെ എന്നതിൻ്റെ ഒരു തർജ്ജമയുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും ആമുഖമായി പറഞ്ഞുകൊണ്ട് മകളെക്കുറിച്ചുള്ള അമ്മയുടെ ഓർമ്മകളിലേക്ക് കിടക്കാം. സ്വാഭാവികമായും ഇത്തരം വർത്തമാനങ്ങളിലുള്ള എല്ലാവരും പ്രതീക്ഷിക്കുന്ന ചോദ്യം, അതിമനോഹരമായ നേത്രങ്ങളും അതിസമ്പന്നമായ
കേശഭാരവുമായി മലയാളിത്തം കലർന്ന നിഷ്കളങ്കവും വശ്യവുമായ മുഖശ്രീ, അസുലഭമായ മന്ദഹാസം എന്നിവയുടെ ചേരുവകളാൽ മലയാള സിനിമയിൽ എത്തിയ മോനിഷ. അമ്മയോട് മകളെക്കുറിച്ച് ചോദിക്കുകയാണ്, എപ്രകാരമാണ്, എന്താണ് ഈ മോനിഷ? അതുവരെ മലയാള സിനിമയ്ക്ക് അപരിചിതമായിരുന്ന ഒരു മുഖം പെട്ടെന്ന് മലയാള സിനിമയിൽ അങ്ങോട്ട് പ്രത്യക്ഷപ്പെടുകയാണ്. അതുവരെയുള്ള താരസങ്കല്പത്തെയൊക്കെ തിരുത്തിക്കൊണ്ടുള്ള ഒരു മുഖം. അത് അവർ മലയാളികളായ മാതാപിതാക്കളുടെ മകളാണ്, പക്ഷേ ഒരു അകേരളീയ സ്ത്രീ, പെൺകുട്ടിയായിട്ടാണ് മോനിഷ മലയാളത്തിലേക്ക് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായും നമുക്ക് നഖക്ഷതങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം. നഖക്ഷതങ്ങളിൽ മോനിഷ നടിക്കാനുള്ള പശ്ചാത്തലം ഒന്ന് പറയും. നഖക്ഷതങ്ങൾ മോനിഷ വരാനുള്ള ഒരു കാരണം, മോനിഷ സ്വതവേ നന്നായി നൃത്തം ചെയ്യുന്ന കുട്ടിയാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ, ഒരു 4-5 വയസ്സ് മുതൽ തന്നെ സ്വന്തമായി ചില സംവിധാനം ചെയ്ത് ഡാൻസ് ചെയ്യും. ഒരു പാട്ട് കിട്ടിയാൽ മതി, തന്നെ ചെയ്തോളും. അതിൻ്റെ ഭാവാഭിനയങ്ങളും സ്വന്തമായ ചില മുദ്രകളും വളരെ അർത്ഥവത്തായിട്ടാണ് ചെയ്യാറ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നൃത്തം പഠിപ്പിച്ചു. പക്ഷേ മോനിഷ ഒരു സിനിമയിൽ നടിക്കണം എന്ന് എനിക്ക് ഭയങ്കരമായ ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം കുട്ടിക്കാലത്ത് എനിക്കൊരു വലിയ സിനിമാ നടിയായി തീരണം എന്ന് വലിയൊരു മോഹം ഉണ്ടായിരുന്നു. അത് വൈജയന്തിമാല, പത്മിനി, ലളിത, പത്മിനി, രാഗിണി, ഇവരൊക്കെ ആയിരുന്നു എൻ്റെ റോൾ മോഡൽസ്. അപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിലും എൻ്റെ അമ്മ ഒരുക്കിയ ഒരു വലിയൊരു കലാ സദസ്സനുണ്ടായിരുന്നു. അപ്പോൾ അത് എൻ്റെ കുട്ടിക്കാലം. അപ്പോൾ മോനിഷ ഒരു പെൺകുട്ടി ജനിച്ചാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ, ഡാൻസ്, പാട്ട്, അഭിനയം, ഇതൊക്കെ എനിക്ക് ഇഷ്ടമുള്ളതാണ്. അപ്പോൾ മോനിഷ ഇത് ഡാൻസ് ചെയ്തിട്ടോ അങ്ങനെ ഒരു 9 വയസ്സിൽ അരങ്ങേറ്റം കഴിഞ്ഞു. അത് 2 മണിക്കൂർ ചെയ്തു. ആ സമയത്ത് തന്നെ മോനിഷയ്ക്ക് നല്ല പ്രോഗ്രാംസ് വരാൻ തുടങ്ങി. 9 വയസ്സിലെ കുട്ടി സ്പോൺസർ പ്രോഗ്രാമൊക്കെ ചെയ്യാൻ തുടങ്ങി. അതൊരു മാന്യമായ കാര്യമായിട്ടല്ല എനിക്ക് തോന്നിയ കച്ചേരികൾ. അപ്പോൾ കോഴിക്കോട്ട് ഫൈൻ ആർട്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞ ഒരു ക്ലബ്ബ് ഉണ്ടായിരുന്നു. അത് 1985 കാര്യം ഞാൻ പറയണം. അന്ന് മോനിഷയ്ക്ക് 9 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ എൻ്റെ അനിയൻ ശ്രീദേവൻ ഉണ്ണി മൂപ്പരായിരുന്നു അതിൻ്റെ സെക്രട്ടറി. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് അദ്ദേഹം. അപ്പോൾ എന്നാൽ മരുമകളുടെ ഒരു പ്രോഗ്രാം വെച്ചേക്കാം എന്ന് വെച്ചിട്ട് ഫൈൻ ആർട്സ് ക്ലബ്ബ് ടാഗോർ സെൻറ്ററി ഹാളിൽ വെച്ചിട്ട് അത് ചെയ്തു. ആ സമയത്ത് നമ്മുടെ ജയകുമാർ സാർ അന്ന് അവിടെ കലക്ടറാണ്. അദ്ദേഹവും വൈഫൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ MT വാസുദേവൻ നായരുടെ വൈഫ് കലാമണ്ഡലം സരസ്വതി ഉണ്ടായിരുന്നു. അപ്പോൾ സരസ്വതി അങ്ങനെ ഈ ബ്രോഷ്യർ കണ്ടപ്പോൾ ഇതുകൊണ്ട് നഖക്ഷതങ്ങൾക്ക് വേണ്ടി കുട്ടികളെ തിരയണോ എന്ന് പറഞ്ഞപ്പോൾ ഇതുകൊണ്ട് കാണിച്ചു കൊടുത്തു. ഇത് ശ്രീദേവിയുടെയും ഉണ്ണേട്ടൻ്റെയും മോളാണ്. അപ്പോൾ അവർ ആ കുട്ടിക്ക് ഒന്ന് നോക്കൂ, ശ്രമിച്ചു നോക്കിയാൽ ഒരു സമയം നഖക്ഷതങ്ങൾ ഗൗരി പറ്റും അങ്ങനെ പറഞ്ഞു. അങ്ങനെയാണ് വാസുവേട്ടൻ അത് കാണുന്നതും. അങ്ങനെ വാസുവേട്ടൻ വിളിച്ചത് എനിക്കാണെങ്കിൽ ഇത് ഉർവശി ശാപം ഉപകാരം എന്ന് പറഞ്ഞ മാതിരി അത് അങ്ങനെയാണ് ഒരു ദിവസം രാവിലെ വാസുവേട്ടൻ്റെ വിളി വരുന്നത്. അങ്ങനെയാണ് ഇത് തുടങ്ങിയത്. ആ ഒരു കോളിൽ കൂടിയാണ് ചെയ്യാം എന്നാണ് എന്നാൽ ശരി, ഉണ്ണി തയ്യാറാണെന്നുണ്ടെങ്കിൽ, മോളെ അഭിനയിപ്പിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഉണ്ണിയോട് ചോദിക്കുമ്പോൾ ഞാനിവിടെ 1000 പ്രാവശ്യം ശരിയെന്ന് പറഞ്ഞിരിക്കുക മാനസികമായിട്ട്. അങ്ങനെയാണ് മോനിഷ ഇതിലേക്ക് വരുന്നത്. ശരി, എന്നാൽ ഹരിഹരൻ അവിടെ വരും, മോളെ കാണും, എന്നിട്ട് ബാക്കി കാര്യങ്ങളെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് മോനിഷ ആദ്യമായി നഖക്ഷതങ്ങൾ പറഞ്ഞ സിനിമയിലേക്ക് വരുന്നത്. അപ്പോൾ ആ സമയത്ത് ബാംഗ്ലൂരിലെ ഒരു കോൺവെൻറ്റ് സ്കൂളിൽ പഠിക്കുന്ന മോനിഷ, ഒരു 100% നഗര സംസ്കാരത്തിൽ വളർന്നിട്ടുള്ള മോനിഷ എങ്ങനെയാണ് തികച്ചും കേരളീയമായ ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിലെ ഒരു ഗൗരി എന്ന ഒരു വലിയ വീട്ടിലെ
ഒരു വലിയ ഒരു മുത്തശ്ശിയുടെ സഹായിയായി നിൽക്കുന്ന ആ പെൺകുട്ടിയിലേക്കുള്ള മോണിഷയുടെ ഒരു രൂപാന്തരം, ഒരു ട്രാൻസ്ഫോർമേഷൻ, അതും ഇത്ര ചെറുപ്രായത്തിൽ, അത് അമ്മയെ തന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല, മോനിഷയ്ക്ക് അതിലൊരു രൂപാന്തരപ്പെട്ട ഒരു കോൺവെൻറ്റ് ഗേൾ അല്ല മോനിഷ. മോനിഷ ജനിച്ച് വളർന്നപ്പോഴേ എല്ലാം ഞങ്ങളുടെ പാരമ്പര്യത്തിൽ കൂടി വളർന്ന കുട്ടിയാണ്. അമ്മ മുത്തശ്ശിമാർ, അമ്മാമ്മന്മാർ, അമ്മായിമാർ, വല്യമ്മമാർ, ചെറിയമ്മ, ഇങ്ങനെ ആ കുടുംബമായിട്ടുള്ള നല്ല ഒരു പശ്ചാത്തലം ബാംഗ്ലൂരിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിലും ഞങ്ങൾ ഒരുപാട് പ്രൊവൈഡ് ചെയ്തിരുന്നു, ഞാനും എൻ്റെ ഭർത്താവും. അപ്പോൾ ഞങ്ങൾ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കോഴിക്കോട്ട് വരും. അച്ചമ്മ, മുത്തശ്ശി, ചെറിയമ്മ, അവരെല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ മോനിഷയ്ക്ക് അതൊരു വേറൊരു കൾച്ചറായിട്ട് തോന്നിയിട്ടില്ല കോൺവെൻറ്റ് പഠിക്കണത്. ഇംഗ്ലീഷ് മാത്രമേ അറിയുള്ളൂ എന്നുള്ള ഒരു ബുദ്ധിമുട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ മലയാളം വീട്ടിൽ സംസാരിക്കും. അപ്പം വീട്ടിൽ ഒരു കേരളീയ പാരമ്പര്യത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് മോണിഷ വളർന്നിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ അച്ഛനും അമ്മയും അങ്ങനെയാണ് തൻ്റെ മകളെ വളർത്തിയത് എന്നുള്ളത് ഈ സിനിമ അഭിനയത്തിന് ഏറ്റവും വലിയ തുണയായിട്ട് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം മോനിഷയുടെ പാരമ്പര്യം വിട്ടിട്ടില്ലല്ലോ. കാരണം ഞാനൊരു പാരമ്പര്യത്തിൽ വളർന്ന ആളായതുകൊണ്ട് അമ്മമാരെങ്ങനെയാ വെച്ചാൽ അതുപോലെയല്ലേ പെൺമക്കളും ഉണ്ടാവുക. ഇന്നെനിക്ക് ഞാൻ എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ച് അതുമാതിരി ആയിരിക്കണം. അതാണ് അതിൻ്റെ കാര്യം. അതൊരു പാരമ്പര്യം. അപ്പം മിസ്സിസ് പി എൻ മേനോൻ്റെ പാരമ്പര്യം, ശ്രീദേവി ഉണ്ണിയുടെ പാരമ്പര്യം, ഈ ഒരു പാരമ്പര്യത്തിൻ്റെ തുടർച്ച, അതിലൊരു കേരളീയതയാണ് മോണിഷയുടെ ആദ്യ ചിത്രത്തിൽ തന്നെ നമുക്ക് പ്രകടമായിട്ടുള്ളത് എന്ന് പറയാൻ പറ്റുമോ? ആ ഒരു സംസ്കാരം, ഭാഷ, മലയാളം പിന്നീട് കൂടുതൽ പഠിച്ചത് മോനിഷ ഈ സിനിമയിൽ വന്നതിന് ശേഷമാണ് സംസാരിക്കാൻ. അതെ. ഇപ്പോൾ എം ടിയുടെ ഒരു തിരക്കഥയിലല്ല മോണിഷ മലയാള സിനിമയിൽ വന്നത് എന്ന് സങ്കല്പിക്കുക. വൈലോപ്പിള്ളി പറയുന്നത് മറ്റൊരു വിധമായിരുന്നെങ്കിൽ ഒരുപക്ഷെ മോണിഷയുടെ ഈ അഭിനയ സിദ്ധി രൂപപ്പെടുത്തുന്നതിന് ഈ എം ടിയുടെ നഖക്ഷതങ്ങൾ എന്ന സിനിമയുടെ പശ്ചാത്തലവും അതിൻ്റെ ഭാഷയും അതിൻ്റെ പ്രമേയവും ഒക്കെ ഒരു ഘടകമായിട്ട് തോന്നിയിട്ടുണ്ടോ? വാസ്തവത്തിൽ ഇങ്ങനെ ഈ ചോദ്യത്തിന് എനിക്ക് ഉത്തരം പറയാൻ അറിയില്ല. കാരണം അതങ്ങനെ ആയിരുന്നെങ്കിൽ ഒന്നും ഞാൻ ഇന്ന് വരെ ചിന്തിച്ചിട്ടില്ല. ഇത് സ്വാഭാവികമായി അങ്ങോട്ട് സംഭവിച്ചു. ഇങ്ങനെ എനിക്ക് അറിയുള്ളൂ, ഇങ്ങനെ അത് മനസ്സിലാക്കിയിട്ടുള്ളൂ ഞാൻ. എന്നാൽ അതിൻ്റെ ഉത്തരം ഞാൻ പറയാം. അത് നഖക്ഷതമായതുകൊണ്ടാണ് മോണിഷയ്ക്ക് അത്രമേൽ അതിനെ ഇൻവോൾവ് ആവാൻ സാധിച്ചതും മോണിഷ അതിൽ അലിഞ്ഞ് അഭിനയിച്ചതും. അതെനിക്ക് എം ടിയുടെ സ്ക്രിപ്റ്റിൻ്റെ, ഹരിഹരൻ്റെ സംവിധാനത്തിൻ്റെ ആ ഒരു ഗുണം, ആ മേന്മ അതിൽ വരുന്നുണ്ട്. അപ്പോൾ അതോടൊപ്പം ഒരു ചോദ്യം കൂടെ ചോദിക്കുന്നു. ഈ പൊതുവെ മലയാള സിനിമയിലെ നടിമാരെല്ലാം നല്ല നർത്തകിമാരാണ്, ആവറേജ് നർത്തകിമാരാണൊക്കെയാണ്. പക്ഷേ മോനിഷ ചെറുപ്രായത്തിൽ തന്നെ ഭരതനാട്യം അഭ്യസിച്ചു, നേരത്തെ പറഞ്ഞു ചെറുപ്രായത്തിൽ തന്നെ പ്രൊഫഷണലായി എന്നൊക്കെ. അപ്പോൾ ഈ നൃത്ത പഠനം ഒരു സ്ത്രീയുടെ ശരീരഭാഷയെ, ഭാവത്തെ ഒക്കെ വല്ലാതെ പോഷിപ്പിക്കും. ആ നിലയ്ക്ക് മോനിഷ പഠിച്ച നൃത്തമാർഗങ്ങൾ മോനിഷയുടെ അഭിനയത്തെ എപ്രകാരമെല്ലാം സഹായിച്ചിട്ടുണ്ട്? നൃത്തം തീർച്ചയായിട്ടും പലവിധ നവരസങ്ങളും അത് കുറേയൊക്കെ ഒരു ടീച്ചർക്ക് പഠിപ്പിക്കാൻ പറ്റും. ബാക്കിയൊക്കെ സ്വയം ഉണ്ടാവണം. അതൊരു ജന്മസിദ്ധി കൂടിയല്ലേ. അപ്പോൾ മോനിഷയുടെ പ്രത്യേകിച്ചൊരു ട്രെയിനിങ് ഈ ഭാവങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരവസരം ഈ ചെറിയ വയസ്സിൻ്റെ ഉള്ളിൽ ഞാൻ കണ്ടിട്ടില്ല. ടീച്ചർമാരും പറയാറുണ്ട് എൻ്റെ അടുത്ത്. അത് നമ്മുടെ ഒരു അടയാർ ലക്ഷ്മൺ സാർ, അവർ പുരുഷന്മാരെ പഠിപ്പിക്കണം. അപ്പോൾ അവർ പറയും അവൾക്ക് എപ്പടി വേണേനാ ആടട്ടും, അവളെപ്പടി വേണേനാ ഭാവം കൊടുക്കട്ടും എന്ന് പറയും. അപ്പോൾ അത് തൃപ്തിയാണ് അവർക്ക്. അപ്പോൾ അടയാർ ലക്ഷ്മണൻ എന്നുള്ള ഒരു മഹാഗുരു ഈ മോനിഷയുടെ ഭാവത്തെക്കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, നമ്മൾ ആ നഖക്ഷതങ്ങൾ സിനിമ ഒന്ന് മനസ്സിൽ കാണാം. അതായത് ഈ തിലകൻ്റെ ഒപ്പം വിനീത് വരുമ്പോഴോ ആ പൊട്ടിയ ചെരുപ്പ് വയ്ക്കുന്നൊരു പശ്ചാത്തലം. അപ്പോൾ അത്
ആരും കൊണ്ടുപോവില്ല എന്ന് പറയുന്ന സമയത്ത് മോണിഷ ഇത് കണ്ട് ചിരിക്കുന്നുണ്ട്. അങ്ങനെയാണ് മോണിഷ അങ്ങനെ ഒരു ഹാസ്യം, ഇപ്പം നവരസങ്ങളിൽ ഹാസ്യത്തിന് ചിരിക്കപ്പുറം ഒരു പുച്ഛം കലർന്നതാണ് ഈ ഹാസ്യം വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഹാസ്യഭാവത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ മോണിഷ മലയാള സിനിമയിൽ മുഖം കാണിക്കുന്നത്. അങ്ങനെ ഒരു ഹാസ്യം ആ മുഖത്ത് വരണമെങ്കിൽ അതിനടിസ്ഥാനപരമായി ഈ രസസമ്പുഷ്ടമായ ഒരു നാട്യസിദ്ധി മോണിഷയിൽ ഉണ്ടായിരിക്കണം. അതിനു മുമ്പ് നർത്തകിയായ അമ്മ എന്ന നിലയിൽ മകൾക്ക് എന്തെങ്കിലും അഭിനയത്തിൻ്റെ പാഠങ്ങൾ പകർന്നു കൊടുത്തിട്ടുണ്ടോ? ഒരു ചെറിയ നിലയ്ക്കൊക്കെ ഞങ്ങൾ രണ്ടുപേരും കൂടി കൃഷ്ണനും രാധ യശോദ കൃഷ്ണനും അങ്ങനെയൊക്കെ ആയിട്ട് വരുമ്പോൾ ഞാൻ ചിലതൊക്കെ പറഞ്ഞു കൊടുക്കും. ഇങ്ങനെ കള്ളക്കണ്ണിട്ട് നോക്കണം, അതെങ്ങനെ ആ കള്ളക്കണ്ണുകൊണ്ട് ശൃംഗാരമൊക്കെ പറയും. എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചെന്ന മാതിരിയാണ് ഞാൻ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ചെറിയ കുട്ടികളൊക്കെ എങ്ങനെ ശൃംഗാരം പഠിപ്പിക്കും? അപ്പോൾ താഴത്തേക്ക് നോക്കൂ, എന്നിട്ട് അടുത്ത ആളെ ഒന്ന് നോക്കൂ, ഒന്ന് ചിരിക്കൂ, പിന്നെയും താഴത്തേക്ക് നോക്കൂ, പിന്നെയും ചിരിക്കൂ, കഴിഞ്ഞു. അപ്പോൾ ആ ഒരു കൊച്ചു കുട്ടി അത് ചെയ്യുമ്പോൾ അതൊരു ശൃംഗാരമായിട്ട് നമുക്ക് തോന്നും, കാണുന്നവർക്ക് തോന്നും. അങ്ങനെ ചെറിയ നിലയ്ക്കാണ് കരുണരസം. കരുണരസമാണെങ്കിൽ ഞാൻ ചില എക്സാമ്പിൾ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അച്ഛൻ ദേഷ്യപ്പെട്ടു, അല്ല അമ്മ ദേഷ്യപ്പെട്ടു, അപ്പോൾ എന്നെ ദേഷ്യപ്പെടണ കൈൻഡ്നെസ് അതെങ്ങനെയാണ് കാണിക്കുക, അങ്ങനെയൊക്കെ. അങ്ങനെ വീട്ടിൽ ഞങ്ങൾക്ക് ഒരു രസകരമായിരുന്നു വൈകുന്നേരങ്ങളിലൊക്കെ. അന്ന് ടി വി ഒന്നും ഇല്ലാത്ത കാലം. അപ്പോൾ അങ്ങനെ രസകരമായിട്ട് മോളെ വെച്ചിട്ടായിരുന്നു മെയിൻ എൻ്റർടൈൻമെൻറ്റ് ഞങ്ങളുടെ വീട്ടിൽ. അപ്പോൾ അമ്മയുടെ ഒരു വീട്ടു നൃത്ത പാഠശാല, അതിലൊരു ശിഷ്യ കൂടിയായിട്ട് മോണിഷയെ നമുക്ക് കാണാം. എനിക്ക് തോന്നുന്നു എല്ലാ അമ്മമാരും. അപ്പോൾ പൊതുവേ ഈ മലയാളത്തിൽ ഈ നഖക്ഷതങ്ങൾ എന്ന സിനിമയുണ്ടാക്കിയ ഒരു ചലനം, പുതിയ ഒരു നായികയെ മലയാളത്തിന് കിട്ടിയ ആ സൗഭാഗ്യം, ഇതൊക്കെ അന്ന് മോണിഷ സ്വയം അറിഞ്ഞിരുന്നുവോ, വിലയിരുത്തിയിരുന്നുവോ? സ്വയം വിലയിരുത്താനൊന്നും മനുഷ്യക്ക് അറിയില്ലായിരുന്നു. 14 വയസ്സേ ഉള്ളൂ. അത് അഭിനയിച്ച് കഴിയണം. പിന്നെ ഹരിഹരൻ അങ്കിൾ അവളോട് പറഞ്ഞിട്ടുണ്ട്, നീ അഭിനയിക്കണ്ട, നീ ബിഹേവ് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞു തരും, അതുപോലെ നീ ബിഹേവ് ചെയ്യും, അഭിനയമേ വേണ്ട നിൻ്റെ, ഞങ്ങൾക്ക് അഭിനയിക്കുമ്പോൾ കൃത്രിമത്വം വരും എന്നാണ് ആദ്യം പറഞ്ഞു കൊടുത്ത പാഠം. അപ്പോൾ സ്ക്രിപ്റ്റ് മനസ്സിലാക്കി, അവനവൻ്റെ ക്യാരക്ടർ മനസ്സിലാക്കി, അതനുസരിച്ചിട്ട് ബിഹേവ് ചെയ്യാം. അങ്ങനെ എനിക്ക് അഭിനയിക്കാൻ അറിയില്ല അങ്കിൾ എന്ന് പറഞ്ഞതാണ് മുനീഷ്. ഈ നൃത്തത്തിലെ അഭിനയവും സിനിമയിലെ അഭിനയവും നാടകത്തിലെ അഭിനയമൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടല്ലോ. അപ്പോൾ ഈ മോണിഷ അഭിനയിച്ച എല്ലാ സിനിമകളുടെയും സെറ്റിൽ അമ്മയായും മറ്റൊരർത്ഥത്തിൽ ആയയായും ഒരു മെൻറ്ററായിട്ടെല്ലാം ശ്രീദേവി ഉണ്ണി ഒപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ എപ്രകാരമായിരുന്നു, ഇപ്പോൾ മോഹൻലാലിനെയൊക്കെ പറ്റി പറഞ്ഞു കേട്ടിട്ടുണ്ട്. മോഹൻലാൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയും സുഹൃത്തുക്കളോടൊക്കെ അതിൻ്റെ ഇടയിൽ ഷോട്ട് റെഡി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ ആ കഥാപാത്രമായി മാറുന്ന ഒരു രാസവിദ്യ മോഹൻലാലിനുണ്ടായിരുന്നു, അല്ല ഇപ്പോഴും ഉണ്ട് എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ മോണിഷ സെറ്റിലൊക്കെ എങ്ങനെയായിരുന്നു? അതായത് ഒരേ സമയം മോണിഷ എന്ന പെൺകുട്ടി പെട്ടെന്ന് ഇന്ന കഥാപാത്രം ഗൗരിയോ ലക്ഷ്മിയോ എന്തോ ആവട്ടെ ആ കഥാപാത്രമായി മാറുന്ന ഒരു പെട്ടെന്നുള്ളൊരു അതെങ്ങനെ ശ്രദ്ധിച്ചിട്ടുള്ളത്? എങ്ങനെയായിരുന്നു രീതി? അത് അത്രയും നേരം കളിച്ച് ചിരിച്ച് ബഹളമൊക്കെ കൂട്ടി പറഞ്ഞങ്ങ് നടക്കും. അല്ലെങ്കിൽ കുറച്ച് മൂടിയായിട്ട് ഒരു ഭാഗത്ത് ഇരിക്കുന്നുണ്ടാവും, ചിലപ്പോൾ അല്ലെങ്കിൽ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഇതിൽ നിന്നാണ് പെട്ടെന്ന് ഷോർട്ട് റെഡി മോനിഷ എന്ന് പറയാം. അപ്പോൾ ഇവിടുന്ന് വേഗം കാണാൻ വളരെ കാഷ്വലായിട്ട് പോകണു, കാഷ്വലായിട്ടിട്ട് ടേക്ക് ഓക്കെ ആയി തിരിച്ചു വരുന്നു. അപ്പം ഞാൻ അധികം ഒരു പ്രശ്നം എന്താ അറിയോ, അമ്മമാരാവുമ്പോൾ കുട്ടികളെ അത്രയൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടല്ല അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. എനിക്ക് മോനിഷ്ടയുടെ ടാലൻറ്റ് അവൾ ചെയ്യണം, അത്രേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കാറില്ല. പിന്നെ സിനിമ കാണുമ്പോഴാണ് നമ്മൾ അറിയണത് ഇവളെന്താ ചെയ്തിരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ പലപ്പോഴും കൗതുകത്തോടെ നിരീക്ഷിച്ചിട്ടുണ്ട്. ഇപ്പോൾ മോണിഷയുടെ അച്ഛൻ്റെ വീട് പൈങ്കുളമാണ്, കലാമണ്ഡലത്തിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ അപ്പുറം. അപ്പോൾ പഴയ സമ്പ്രദായപ്രകാരം ഇങ്ങനെ ഭർത്താവിൻ്റെ വീട്ടിൽ ഭാര്യ താമസിക്കുന്നു, അവിടെ കുട്ടികളുണ്ടാവുന്നു. അങ്ങനെയാണെങ്കിൽ മോണിഷ പൈങ്കുളത്ത് ജനിക്കുന്നു, കേരള കലാമണ്ഡലത്തിൽ നൃത്തം പഠിക്കുന്നു, അല്ല അങ്ങനെ പഠിക്കുന്നു. അങ്ങനെ കേരളത്തിൽ ഒരു അറിയപ്പെടുന്ന കലാമണ്ഡലം മോണിഷ എന്ന് പറയുന്ന ഒരു നർത്തകി ഉണ്ടാവുന്നു. അപ്പോൾ അത് സത്യത്തിൽ അങ്ങനെ അനവധി നർത്തകിമാരുണ്ട്. അത് നൃത്തകലയ്ക്ക് ഒരു നഷ്ടമൊന്നുമില്ല, പക്ഷേ മലയാള സിനിമയ്ക്ക് ഒരു ലാഭമാണ്.
അപ്പോൾ ഈ കമലദളം എന്നുള്ളൊരു സിനിമ എനിക്ക് തോന്നുന്നത് മോണിഷയുടെ 22ാമത്തെ സിനിമയാണ് ഈ കമലദളം, ഗൗരിക്ക് ശേഷം. അപ്പോൾ ഈ കമലദളം എന്ന സിനിമ കലാമണ്ഡലം പശ്ചാത്തലമായിട്ട് മോഹൻലാൽ നായകനായിട്ട്, നക്ഷത്രങ്ങളിൽ വന്ന വിനീത് ഒരർത്ഥത്തിൽ പ്രതിനായകനായിട്ട് വരുന്ന ഈ കമലദളം. അപ്പോൾ കമലദളത്തിൽ അതുവരെ കലാമണ്ഡലം കൂത്തമ്പലത്തിൽ മോനിഷ നർത്തകി എന്ന നിലയിൽ നൃത്തം ചെയ്തിട്ടില്ല. പക്ഷെ സിനിമയ്ക്ക് വേണ്ടിയാണ് നൃത്തം ചെയ്യുന്നത്. അപ്പോൾ ഒരു നർത്തകിയായിട്ട്, ഒരു നൃത്ത വിദ്യാർത്ഥിനിയായിട്ട്, നർത്തകിയായിട്ട് ഈ നന്ദഗോപൻ എന്ന കൊറിയോഗ്രാഫറുടെ ആ സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള നായിക കഥാപാത്രമായിട്ട് മോനിഷ വരികയാണ്. അപ്പോൾ സ്വാഭാവികമായും ആ ഒരു കഥാപാത്രം മോനിഷ മറ്റേത് കഥാപാത്രത്തെക്കാൾ അധികം ഉൾക്കൊണ്ടതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ സിനിമയുടെ ചിത്രീകരണ സമയത്തൊക്കെ അമ്മ ഒപ്പമുണ്ടായിരുന്നു. എന്തായിരുന്നു അപ്പം മോനിഷയുടെ ഒരു മാനസികാവസ്ഥ? അത് മോനിഷ നക്ഷത്രങ്ങൾ അഭിനയിക്കുമ്പോൾ 14 വയസ്സാണെങ്കിൽ മോനിഷ ഇതിലേക്ക് വരുമ്പോഴേക്കും 10-20 വയസ്സായി. അപ്പോൾ അഭിനയിച്ചിട്ടുള്ള ഒരു മെച്യൂരിറ്റി കൂടെ ഉണ്ട്. പിന്നെ രണ്ടാമത് അരങ്ങേറ്റം കഴിഞ്ഞ് ഒരുപാട് സ്റ്റേജ് പരിപാടികളൊക്കെ ചെയ്ത് കഴിഞ്ഞ് വളരെ വലിയ ഗുരുനാഥന്മാരോടെ പഠിച്ച് അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും മനുഷ്യക്ക് ഒരു ഇതുണ്ടായിട്ടുണ്ട്, ഒരു മെച്യൂരിറ്റി ഉണ്ടായി. അപ്പോൾ കമലദളം എന്ന് പറഞ്ഞ സിനിമ കയ്യിൽ വന്നപ്പോൾ അതൊരു ഡാൻസറിൻ്റെ ആണ്. അപ്പോൾ ഇഷ്ടം പോലെ ഡാൻസ് ചെയ്യാൻ സാധിച്ചു എന്ന ഒരു വലിയ ഒരു സാറ്റിസ്ഫാക്ഷൻ മോനിഷയ്ക്ക് ഉണ്ടായിരുന്നു. അതും പലതരത്തിലുള്ള സിനിമകൾ, ഫോംസ് ഓഫ് ഡാൻസ്, ഇപ്പോൾ പലതരത്തിൽ, അത് കഥക്കുണ്ട്, ഒഡീസി വളരെ ഇഷ്ടപ്പെട്ട ഒരു ഇതായിരുന്നു. ആ ഒഡീസി അതിൽ ചെയ്യാൻ പറ്റും. അപ്പം എല്ലാ നൃത്തരൂപങ്ങളും അവർക്ക് അതിൽ ചെയ്യാൻ പറ്റിയല്ലോ. അപ്പം അത് കാരണം എനിക്ക് തോന്നുന്നു ആ ഒരു മെച്യൂരിറ്റി കിട്ടിയതുകൊണ്ട് ആയിരിക്കാം മോനിഷയ്ക്ക് അത് മനസ്സിലാക്കാനുള്ള കഴിവ് ആ പ്രായത്തിലേക്കേ വന്നിട്ടുള്ളൂ. അതിന് മുമ്പേ ഉള്ളതിനേക്കാൾ കൂടുതൽ ആ ഒരു ക്യാരക്ടറിനെ മനസ്സിലാക്കിയിട്ട് ഇതിൽ ഇന്നമാതിരിയൊക്കെ ഡാൻസ് അത് മോനിഷ എൻജോയ് ചെയ്യായിരുന്നു. അപ്പോൾ കൂടുതൽ അഭിനയത്തിൽ കൂടുതൽ വിവേകശാലിനിയായിട്ട് മാറുന്നു എന്നാണോ പറയുന്നത്? അതാ തീർച്ചയായിട്ടും ആണ്. അപ്പോൾ ഇതേ കാലത്ത് തന്നെ മമ്മൂട്ടിക്കൊപ്പം, മോഹൻലാലിനൊപ്പം, നെടുമുടി വേണു, മുരളി, അങ്ങനെയുള്ള മലയാളത്തിലെ മികച്ച നടന്മാർക്കൊപ്പം നമ്മൾ കഥകളിയിൽ പറയുന്ന കൂട്ടുവേഷങ്ങൾ ചെയ്യാണ് മോനിഷ. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒപ്പം അഭിനയിക്കുമ്പോൾ ആ മോനിഷയിൽ എന്തെങ്കിലും ഒരു സംഭ്രമം ഉണ്ടായിട്ട് തോന്നിയിട്ടുണ്ടോ? ഞാൻ മോനിഷയ്ക്ക് ഒരു സംഭ്രമമൊന്നും കണ്ടിട്ടില്ല. കാരണം ഒരു ധൈര്യശാലിയാണ് ആള്. പക്ഷേ അഭിനയത്തിൻ്റെ ആ ഒരു പാർട്ട് വരുമ്പോൾ ലാലേട്ടന് മുമ്പ് നിന്നിട്ട് ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെയല്ലോ. മമ്മൂട്ടിയുടെ മകളായിട്ട് അഭിനയിച്ച സമയത്ത് വളരെ വാത്സല്യപൂർവ്വമായിരുന്നു മമ്മൂട്ടി മോളെ നോക്കിയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര മമ്മൂട്ടിയെങ്കിൽ ഭയങ്കര ഒരു വളരെ കംഫർട്ടബിളായിട്ടാണ് മകളായിട്ട് അഭിനയിച്ചത്. കാരണം ഫുൾ സപ്പോർട്ടായിരുന്നു. പിന്നെ കുറച്ച് മെച്ചുവേർഡായിട്ടാണല്ലോ കമലദളത്തിൽ അഭിനയിക്കുന്നത്. ആ സമയത്ത് പലപ്പോഴും ലാലേട്ടനുണ്ട് അത് കണ്ടിട്ട് അവർ വിസ്മയപ്പെട്ട് പലപ്പോഴും എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്, എന്താണല്ലേ ഇങ്ങനെ അഭിനയിച്ചാൽ ഞാൻ എങ്ങനെയൊക്കെയാണ്. അത് ചെറിയ ശങ്കയൊക്കെ പറയും. പിന്നെ പറയും സാറില്ല ഞാൻ ചെയ്യും, അങ്ങനെ ഒരു കോൺഫിഡൻസ്. അപ്പോൾ ആ കാലത്ത് സമകാലികരായ നടിമാരെ, ഇപ്പോൾ ശോഭന, അതുപോലെ പാർവതി, അവരൊക്കെ ഒരർത്ഥത്തിൽ നൃത്തവും അഭ്യസിച്ചവരാണ്. അപ്പോൾ ആ സമകാലിക നടിമാരോട് മോനിഷ പുലർത്തിയിരുന്ന ചില ആഭിമുഖ്യങ്ങളുണ്ടാവും. അതെന്തൊക്കെയാണ്? ആരോടൊക്കെയായിരുന്നു? അത് പ്രത്യേകിച്ചും ശോഭനയായിട്ടായിരുന്നു. ശോഭനയായിട്ട് ഒരു പടം ഒന്നിച്ച് ചെയ്തിട്ടില്ലെങ്കിലും അവർ ഒരുപാട് കാര്യങ്ങൾ അതിനെപ്പറ്റി സംസാരിക്കും. ഒരു ഇരുന്നിട്ട് ഒരു ഐറ്റം കമ്പോസ് ചെയ്യും. ഒന്നും തോടയമായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിരുന്ന് ജതിയൊക്കെ രണ്ടുപേരും കൂടി ഇരുന്ന് ചിട്ടപ്പെടുത്തും. അങ്ങനെ ഉണ്ടല്ലോ. അത് കുറച്ച് തമിഴ് സ്റ്റൈലായതുകൊണ്ട് രണ്ടുപേരുടെയും ഭരതനാട്യം കുറച്ച് തമിഴ് സ്റ്റൈലിലാണ്. അപ്പോൾ അവിടെ ഇരുന്നിട്ട് എൻ്റെ എല്ലാ താളങ്ങളൊക്കെ രാഗമാലിക, താളമാലിക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവർ ഒരുപാട് ഡാൻസിനെ പറ്റി ഒരുപാട് ചെയ്യും. ഡാൻസായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു സിനിമയായിരുന്നു അത്. പക്ഷേ അവരുടെ മെയിൻ സബ്ജക്റ്റ് ഈ ഡാൻസ് ആയിരിക്കും. അപ്പോൾ ഈ തിരക്കുള്ളൊരു സിനിമാ നടി ആയി മാറുമ്പോഴും സമാന്തരമായിട്ട് നൃത്തവേദികളിലും മോനിഷ സാന്നിധ്യം അറിയിച്ചിരുന്നു. ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോയിരുന്നു. എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു? അത് മോനിഷ അത്ര
ഒരുപാട് തിരക്കുണ്ടായിരുന്നു എന്ന് എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. കാരണം എനിക്ക് എൻ്റെ ജോലികളും ഉണ്ടായിരുന്നു. ഞാനുണ്ടെങ്കിൽ മാത്രമേ മോനിഷ പോവുള്ളൂ സിനിമയ്ക്ക്. അതൊരു നിർബന്ധമുള്ള കാര്യമാണ്. എൻ്റെ ഡേറ്റ് കിട്ടിയാൽ അവൾ ഡേറ്റ് കൊടുക്കുക, അങ്ങനെയാണ്. അപ്പോൾ ഒരുപാട് തിരക്ക് മോനിഷയ്ക്ക് 7 കൊല്ലം കൊണ്ട് 24 സിനിമ എന്ന് പറയുമ്പോൾ പിന്നെ പഠിത്തം നടക്കുന്നുണ്ടല്ലോ. കോൺവെൻറ്റിൽ അവിടെ ബിഷപ്പ് കോട്ടൺസിൽ പഠിക്കുന്നു, പിന്നെ മൗണ്ട് കാമലിൽ പഠിക്കുന്നു. അപ്പോൾ പഠിത്തത്തിന് പ്രാധാന്യം കൂടുതൽ കൊടുത്തിരുന്ന ആളാണ്. ഇത് സിനിമ വേണം, പക്ഷെ എഡ്യൂക്കേഷൻ ഇല്ലാതെ ഒന്നും പറ്റില്ല എന്നുള്ള ഒരു തോന്നൽ പണ്ടേ ഉണ്ടായിരുന്നു. കാരണം ഞങ്ങളുടെയൊക്കെ ഈ അധ്യാപകൻ ഒരു ഇതുണ്ടല്ലോ, നമ്മുടെ അധ്യാപകരുടെ ഒരു തോന്നലുണ്ടാവും. ഇപ്പോൾ പല വേഷങ്ങളിൽ പല ഭാവങ്ങളിൽ മലയാള സിനിമയിൽ മോണിഷ പകർന്നാടി. അപ്പോൾ ഇപ്പം നമുക്ക് ചില ഒന്നിലധികം സിനിമകളിൽ ഇപ്പോൾ ചമ്പക്കുളം, തച്ചൻ, അധിപൻ അങ്ങനെയൊക്കെ സിനിമയിലെ ചില റേപ്പ് സീനുകളിലൊക്കെ അഭിനയിക്കേണ്ടി വരുമ്പോൾ അതിൻ്റെ പേടി അതൊക്കെ കണ്ണുകളിലൂടെയാണ് മോണിഷ സാക്ഷാത്കരിക്കുന്നത്. അപ്പോൾ അത്തരം സീനുകളൊക്കെ വരുമ്പോൾ അവരുടെ ഒരു മാനസികാവസ്ഥ എന്തായിരുന്നു? ഒരു മാനസികാവസ്ഥ എന്ന് പറയാൻ എന്താ അതിന് പറയുക, എനിക്ക് തോന്നും ഇത് അഭിനയിക്കല്ല, അവൾ പേടിച്ചിട്ടാണ് ഇരിക്കുന്നത് എനിക്ക് തോന്നുന്നു. പക്ഷെ അത് വെറും ഒരു അഭിനയമായിരുന്നു എന്ന് പിന്നെ എനിക്ക് മനസ്സിലാവുക. എനിക്ക് ഭയങ്കര ടെൻഷൻ തോന്നും. ഇതാ ചമ്പക്കുളം തച്ചനിൽ ഇങ്ങനെ വെട്ടിക്കൊല്ലുകയാണ് ചെയ്യണുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എനിക്ക് ആദ്യം പേടിയായിരുന്നു. ഞാൻ നോക്കും, ഞാൻ എന്നും ക്യാമറയുടെ പിന്നിൽ നിന്നിട്ട് നോക്കും ഇങ്ങനത്തെ സീൻ. അപ്പം നമുക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ കണ്ടാൽ എനിക്ക് തോന്നും ഇത് സ്വാഭാവികമാണ്. അങ്ങനെ അപ്പുറത്ത് വന്നിട്ട് വേണുമൊക്കെ ചിരിക്കും. ഇത് ഭയങ്കര തമാശ കേട്ടോ അവളുടെ കാര്യം. ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് വരും. അപ്പോൾ വളരെ സ്വാഭാവികം. അത് കഴിഞ്ഞു, ഒരു ജോലി, അത്രയേ ഉള്ളൂ. മലയാള സിനിമയിൽ മോണിഷയ്ക്ക് റോൾ മോഡലായിട്ട് അല്ലെങ്കിൽ ഒരു ബിംബമായിട്ടുള്ള അഭിനേത്രികൾ അതാരായിരുന്നു? മലയാളം സിനിമയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമ? ഇന്ത്യൻ സിനിമയിൽ സ്മിത പാട്ടേൽ. ഒരു അവരെ സ്വാംശീകരിക്കാനുള്ള അത് ആദ്യം അധികം കണ്ടിരുന്നത് ഹിന്ദി സിനിമകളാണ്, അതുകൊണ്ടായിരിക്കും. അവർ ഒരു നർത്തകി ആയിട്ട് അതിലാരായിരുന്നു മോണിഷയുടെ ഉള്ളിലെ ഒരു ബിംബം? നർത്തകിയായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഒരു മെച്യൂർ നർത്തകി എന്ന് പറയണതല്ലേ, ഒരാളുണ്ട്, പത്മ സുബ്രഹ്മണ്യം. അപ്പോൾ ക്ലാസിക്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മോണിഷയുടെ ഉള്ളിലൊരു നർത്തന ദർശനത്തെ പറ്റി നമുക്ക് മനസ്സിലാവും. പത്മ സുബ്രഹ്മണ്യമാണ് തൻ്റെ ബിംബം എന്ന് പറയുമ്പോൾ മോണിഷയുടെ ഒരു നൃത്തത്തിൻ്റെ ഒരു സൗന്ദര്യ ശാസ്ത്രം നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ MT വാസുദേവൻ നായർ അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതം, അത് എത്രയോ വർഷത്തെ സിനിമാ ജീവിതം അദ്ദേഹം ഒരു 150 പേജിലുള്ള പുസ്തകത്തിൽ ചുരുക്കി, ചിത്രത്തെരുവുകൾ എന്നുള്ളൊരു പുസ്തകത്തിൽ. ആ 12-13 അധ്യായങ്ങളേ ഉള്ളൂ. അതിലാകെ നടിമാരെക്കുറിച്ച് പറയുന്നത് 2 നടിമാരെക്കുറിച്ച്, ഒന്ന് ഗീതയെക്കുറിച്ചും മോനിഷയെക്കുറിച്ചുമാണ്. അതിൽ പ്രധാനമായിട്ടും മോനിഷയെക്കുറിച്ചാണ് വലിയ ഒരു അധ്യായം, ഏതോ ചില വസന്തയോഗങ്ങൾ എന്നുള്ളത്. അപ്പോൾ ആ ചിത്രത്തെരുവുകൾ എന്നുള്ള പുസ്തകം ഞാനാണ് അദ്ദേഹത്തിൽ നിന്ന് കേട്ടെഴുതിയത്. അപ്പോൾ ആ ഒരു അനുഭവം എനിക്കറിയാം. അതുകൊണ്ട് തന്നെ MTയുടെ വർത്തമാനങ്ങളിൽ നിന്ന് ഒരു മകളെപ്പോലെ മോനിഷയെ താൻ സ്നേഹിച്ചിരുന്നു എന്ന് അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ആ എഴുത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ എനിക്കതറിയാം. അപ്പോൾ സ്വാഭാവികമായും ഈ MTയും മോനിഷയും തമ്മിലുള്ള ഒരു വല്ലാത്തൊരു ബന്ധം ആ ലേഖനം പകർന്നു തരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ദൃക്സാക്ഷിയാണ് അമ്മ. അപ്പോൾ എങ്ങനെയായിരുന്നു അവർ തമ്മിലുള്ള ബന്ധം? മാത്രമല്ല നക്ഷത്രങ്ങൾക്ക് ശേഷം ഇതാ പെരുന്തച്ഛനിൽ മുഖ്യമായൊരു വേഷത്തിൽ മോനിഷ വരുന്നു. അപ്പോൾ MT മോനിഷ ആ ഒരു ബന്ധത്തെക്കുറിച്ചൊന്ന് പറയും. അതുപോലെ രസകരമായിട്ടുള്ള ഞങ്ങളുടെ വീട്ടിലെന്ന് നടന്നിരുന്ന ഒരു രംഗങ്ങളാണ്. വളരെ രസകരം. കാരണം മോനിഷ ഒരുപാട് ചിരിക്കും, എപ്പോഴും ചിരിപ്പിക്കും. വാസേട്ടനെ ഒരുപാട് ചിരിപ്പിക്കും. MT ആണെങ്കിൽ ചിരിക്കൂല, ചിരിക്കും, പൊട്ടിച്ചിരിക്കും. അല്ല, MT ചിരിക്കാത്തൊരു മനുഷ്യൻ. അതെ, മോനിഷ ചിരിക്കുന്നൊരു കുട്ടി. അങ്ങനെ ഒരു അപ്പം മോനിഷ ഗൗരവക്കാരിയല്ല ആയില്ല, വാസേട്ടൻ ചിരിക്കാൻ തുടങ്ങി.
അതാണ് അവിടുത്തെ ഞങ്ങളുടെ വീട്ടിലത്തെ അറ്റ്മോസ്ഫിയറിന് ഇടയ്ക്കിടയ്ക്ക് വാസോട്ടം വരുമ്പോൾ MTയെ ചിരിപ്പിക്കുക എന്നുള്ളത് സിനിമ അഭിനയത്തെക്കാൾ വലിയൊരു സിദ്ധിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതെങ്ങനെയാണ് മോനിഷ സാധിച്ചിട്ടുള്ളത്? അതെനിക്കറിയില്ല. അതൊരു സ്വതസിദ്ധമായി അവളെ എല്ലാവരെയും ചിരിപ്പിക്കണം. അപ്പോൾ അവളുടെ വീട്ടുകാരോട് ആരോട് ചോദിച്ചാലും ചിരിപ്പിക്കും. ചിലപ്പോൾ ഞാനായിരിക്കും സബ്ജക്റ്റ് ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു മീഡിയ ഞാനായിരിക്കും പലരോടും. അത് മനുഷ്യ അങ്ങനെയാണ്, എല്ലാവരും ചിരിപ്പിക്കും, ചുറ്റുള്ളവരൊക്കെ ചിരിപ്പിക്കും. അതെനിക്ക് തോന്നിയിട്ടുള്ളത് അച്ഛൻ്റെ ഒരു പാരമ്പര്യമാണ്. കാരണം അച്ഛൻ പൈങ്കുളത്തുകാരനാണ്. പൈങ്കുളം എന്ന് പറയുമ്പോൾ പൈങ്കുളം രാമചാക്യാർ, അതിനു മുമ്പുള്ള കൂത്തിൻ്റെ ഒരു പാരമ്പര്യം, മനുഷ്യരെ ചിരിപ്പിക്കുന്ന കൂത്ത എന്ന കലാരൂപത്തിൻ്റെ ഏറ്റവും വലിയ ദേശമാണ് പൈങ്കുളം. അതിൻ്റെ ഒരു പാരമ്പര്യം എവിടുന്നൊക്കെയോ, പിന്നെ ചിലപ്പോൾ ഈ മോനിഷയുടെ പ്രപിതാമഹനിലൊക്കെ ഒരു ചാക്യാര അംശം ഉണ്ടാവും. ആ പാരമ്പര്യം ഇങ്ങനെ തലമുറ കടന്ന ഒരു ജീന് മതി, അങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട്. അല്ല, മോനിഷയുടെ അച്ഛൻ ഭയങ്കര ഫലിതപ്രിയനാണ്. അതാണ്. അപ്പോൾ അത് കടന്നു വന്ന അത് ഇവർക്കും എല്ലാണ്ട് മകനൊക്കെ കിട്ടിയിട്ടുണ്ട്. ഭയങ്കര വളരെയധികം വിറ്റടിക്കുന്ന ആൾക്കാർ അവരൊക്കെ. വീട്ടിലെപ്പോഴും ചിരിയാണ്. അമ്മ ഫലിതപ്രിയയുമാണ്. എനിക്കിഷ്ടമാണ്. അല്ല, എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ ബ്രദേഴ്സായാലും ഇവരെല്ലാവരും എൻ്റെ അമ്മ എന്തെങ്കിലും ബഹളം കൂട്ടുകയാണെങ്കിൽ ഉടനെ അച്ഛനോട് സംസാരിക്കുകയാണെങ്കിലും കുഞ്ചൻ നമ്പ്യാരുടെ അത് പാടിയിട്ടാണ് അച്ഛൻ ശാന്തായി പോകും. ഒന്നും പറയാൻ നിർത്തിയില്ല പിന്നെ അങ്ങോട്ട്. അപ്പം നമ്പ്യാരും ചാക്യാരും സമന്വയിച്ച ഒരു തമാശ ഒരു കാര്യമുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരുപാട് തമാശയും ചിരിയും കളി ഉണ്ടായിരുന്നു എപ്പോഴും. അവിടെ കരച്ചിലിനോ കംപ്ലൈൻറ്റിനോ അതൊക്കെ ഞങ്ങൾ കുട്ടികൾ തമ്മിൽ എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോൾ അച്ഛൻ ഇരുന്ന് അതൊക്കെ തീർക്കും. ആ ഒരു പാരമ്പര്യമുണ്ട്. വൈകുന്നേരം ആയാൽ തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും തീർക്കണം, ചിരിച്ചിട്ട് വേണം കിടന്നുറങ്ങാൻ. അപ്പോൾ MTയെ ചിരിപ്പിച്ച സന്ദർഭം എന്ന് പറയും. MT വാസുദേവൻ നായരെ മോനിഷ ചിരിപ്പിച്ച സന്ദർഭം ഞാൻ പറയാം, പക്ഷെ കാരണം എനിക്കറിയില്ല. അത് തുറന്നു അജ്ഞാതമാണ്, എനിക്കറിയില്ല. അത് പിന്നെ ഉണ്ണിയേട്ടനും പറഞ്ഞു തന്നില്ല. ഒരു പശ്ചാത്തലം ഒന്ന് പറയൂ. പശ്ചാത്തലം എന്ന് വെച്ചാൽ വാസേട്ടൻ വന്നു, വീട്ടിൽ താമസിക്കണു. അപ്പോൾ ഒരു ദിവസം വൈകുന്നേരം ആകുമ്പോൾ പുറത്തേക്ക് കഴിക്കാൻ പോവാം. തമ്മിലൊരു ട്രീറ്റ് ഉണ്ട്, ഭക്ഷണം. അപ്പോൾ അങ്കിൾ റെഡിയാവാന്ന് പറഞ്ഞു. ഞങ്ങൾ സിറ്റിംഗ് റൂമിൽ ഉണ്ണിയേട്ടനും വാസേട്ടനും മോനിഷ ഇരിക്കുന്നു. അപ്പോൾ എനിക്ക് തന്നെ വീട്ടിലെ ജോലികളൊക്കെ ഉണ്ടാവില്ല, ഇവർക്കൊക്കെ കൊടുക്കാനുള്ളതൊക്കെ കൊടുത്ത് പിന്നെ ഞാൻ മുകളിൽ പോയി ഡ്രസ്സ് ചെയ്തിട്ട് വരണം. ഞാൻ താഴത്തേക്ക് ഇറങ്ങി വരുമ്പോൾ വാസേട്ടൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഓടിയിട്ട് ഗസ്റ്റ് ബെഡ്റൂമിൽ പോയി ഞാൻ പേടിച്ചു. പിന്നെ വായ്പതി ചിരിച്ച് ഓടിപ്പോയി കിടക്കുക, അവിടെ കിടന്നു ഉരുള കട്ടിൻ്റെ മുകളിൽ. അപ്പോൾ ഞാൻ ഇറങ്ങി വരുമ്പോൾ കാണുന്ന സീൻ മോള് പിന്നാലെ ചിരിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഞാൻ വേഗം പോയി പുറത്തേക്ക് നോക്കി. അത് സിറ്റിംഗ് റൂമിൽ പുറത്തേക്ക് എത്തി നോക്കിയപ്പോൾ കാണുന്നത് എൻ്റെ ഭർത്താവ് അവിടെ താഴത്തെ നോക്കി. മൂപ്പര് ഉറക്കച്ചിരിക്കില്ല, പൊട്ടിച്ചിരിക്കില്ല. ഉണ്ണേട്ടൻ വളരെ സട്ടിലാണ്, കാര്യങ്ങളൊക്കെ ഒതുക്കത്തിലുള്ളൊരു മനുഷ്യനാണ്. തമാശ മൂപ്പര് പറയും, മറ്റുള്ളവർ ചിരിക്കും, മൂപ്പര് ചിരിക്കില്ല. അപ്പം ഇങ്ങനെ ചിരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് പേടിയായി. ഇവർ ചിരിക്കുന്നുണ്ട്, മോള് പിന്നാലെ ചെയ്യേണ്ട വാസോട്ടം ചിരിക്കണ്ടെങ്കിൽ പേടിച്ച് വെപ്രാളപ്പെട്ടു. എന്താ കാരണം അറിയുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ ഓടി ചോദിച്ചു, എന്താ വാസോട്ടം, എന്താ പറ്റി നോക്കിയപ്പോൾ ഇവിളി ചിരി, ഇവിളും പിന്നാലെ ഓടി വെച്ച് ഇവരെല്ലാവരും കൂടി ഭയങ്കര ചിരി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്ന് പറയൂ എന്താ. വാസോട്ടം പറഞ്ഞേ, ഞാൻ ഇവളെ കൊണ്ട് തോറ്റു, ഇവളെന്നെ വല്ലാണ്ട് ചിരിപ്പിക്കുന്നുണ്ട്. ഇത് മാത്രമേ പറഞ്ഞു, കാരണം എനിക്കറിയില്ല. അപ്പോൾ നോക്കൂ, ഈ MT വാസുദേവൻ നായരെ അനവധി നേരം ചിരി നിയന്ത്രിക്കാൻ വയ്യാതെ MT വാസുദേവൻ നായരിൽ കട്ടിലിൽ കിടന്ന് ഉരുളുന്നു. അതിന് അങ്ങനെ ഒരു ഫലിത മോനിഷ പറയുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു അത്ഭുതം. അപ്പോൾ അതിന് മറ്റൊരു അവാർഡ് മോനിഷയ്ക്ക് കൊടുക്കേണ്ടതാണ് എന്ന് തോന്നുന്നു. ഇപ്പം നമ്മൾ മലയാള സിനിമയിൽ അഭിനയിച്ചിരുന്ന കാലത്ത് തെലുങ്ക്, കന്നഡ, തമിഴ് ചിത്രങ്ങളിലൊക്കെ മോനിഷ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മലയാളത്തിൽ അഭിനയിക്കുന്ന അതേ അനായാസതയോടുകൂടി മറ്റ് ഭാഷാ ചിത്രങ്ങളിൽ മോനിഷ അഭിനയിച്ചിട്ടുണ്ടോ? എന്താണ് അതിൻ്റെ ഒരു പശ്ചാത്തലം? മറ്റു ഭാഷയിൽ തമിഴിൽ മോനിഷയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഫീൽഡായിരുന്നു തമിഴ്. കാരണം തമിഴ് നാട്ടിലെ പിന്നെന്താ പറയുക, പട്ടുപാവടയും അങ്ങനത്തെ ഒക്കെ വേഷങ്ങൾ ആ പ്രായത്തിൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ പിന്നെ അവരുടെ ഒരു ഭാഷ, അമ്മ എന്ന് വിളിക്കുക, പിന്നെ എല്ലാം ഭയങ്കരമായ റെസ്പെക്റ്റ്, തമ്മിൽ ഭയങ്കര ബഹുമാനമൊക്കെ കണ്ടിട്ട്. അപ്പോൾ തമിഴ് സിനിമ എനിക്ക് ഇഷ്ടമുള്ള സിനിമയാണ്. കാരണം നല്ലോണം ഡ്രസ്സൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ കുറേ പൂവൊക്കെ വെച്ച്. അപ്പോൾ ഒരേ സമയം ഒരു മലയാളിത്തമുള്ള കുട്ടി മോനിഷ,
അതേപോലെ ഒരു തമിഴത്തി കുട്ടിയും കൂടിയായിട്ട് ഇങ്ങനെ രണ്ട് പിന്നെ സംസ്കാരത്തിൽ ഇങ്ങനെ പകർന്നാടുന്നൊരു അഭിനയ നൈപുണി മോണിഷയ്ക്കുണ്ട് അല്ലേ? അങ്ങനെ പറഞ്ഞൂടെ? ഞാനല്ലല്ലോ അത് അല്ല, പറയുന്നത്. അങ്ങനെ തോന്നിയിട്ടില്ലേ? എനിക്ക് മനുഷ്യ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു, അവർ ചെയ്തോളും. ഇപ്പം മറ്റ് ഭാഷാ ചിത്രങ്ങളിൽ ഇതുപോലെ മോണിഷയ്ക്ക് ഏത് മറ്റേ നടനോടായിരുന്നു കൂടുതലൊരു ആഭിമുഖ്യം? ഒരു ഇപ്പം കമലഹാസൻ അങ്ങനെയുള്ള ഒരു. കമലഹാസൻ എന്ന് പറയുന്നത് എല്ലാവരുടെ ഒരു വലിയൊരു ഇതാണ്, വലിയ ഫാനാണ് കമലഹാസൻ്റെ ഹാർഡ് ഏൺ. കാരണം അദ്ദേഹം ഒരു ഡാൻസറാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ചലിപ്പിക്കുന്നതും ഇതൊക്കെ മോള് നോക്കി വയ്ക്കും, പറയും എക്സ്പ്രഷൻ. കമലഹാസനെ ഒരു പൗരുഷത്വമുള്ള ഡാൻസറാണല്ലോ. അപ്പോൾ നമ്മൾ ഹരിഹരനിൽ നിന്ന് തുടങ്ങിയിട്ട് GS വിജയൻ എന്ന സംവിധായകനിൽ അവസാനിക്കുന്ന ആ ഇത്രയും സിനിമകളാണ്. അപ്പോൾ പല സംവിധായകർ അവരുടെ ചിത്രങ്ങളിൽ മോണിഷയെ അഭിനയിപ്പിച്ചു. അങ്ങനെ മലയാളത്തിന് വളരെ പരിചിതമായ ഒരു മുഖമായിട്ട് മോണിഷ മാറുകയാണ്. അപ്പോൾ ഹരിഹരനിൽ നിന്ന് തുടങ്ങി ജയരാജ്, അങ്ങനെ പല സംവിധായകരും ആ നിലയ്ക്ക് ഈ മോണിഷയെ അഭിനയിപ്പിച്ച ആ സംവിധായകരിൽ അവരെങ്ങനെയാണ് വിലയിരുത്തുന്നത്? എപ്രകാരമൊക്കെയാണ് മോണിഷയുടെ ഈ വിഭിന്നമായ ഭാവതലങ്ങളെ ഈ സംവിധായകർ ഉപയോഗപ്പെടുത്തുന്നത്? ഇപ്പോൾ ജയരാജിൻ്റെ സിനിമയുണ്ടല്ലോ, ജയരാജിൻ്റെ ഭാരതപ്പുഴ തീരത്ത് ഭാരതപ്പുഴയുടെ തീരത്ത് നീലരാവിൽ ഇന്ന് അത് സിനിമ ഏതാ? അത് കുടുംബസമേതം. അപ്പോൾ അങ്ങനെ. അപ്പോൾ അങ്ങനെ എങ്ങനെ ഈ സംവിധായകരെങ്ങനെയാണ് മോണിഷയെ ഇണക്കിയെടുക്കുന്നത്? അതിന് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയൂ. സംവിധായകര് മനുഷ്യ ഒരു ക്യാരക്ടർ കൊടുക്കുമ്പോൾ അപ്പോൾ അത് സംവിധായകർക്ക് തോന്നുന്ന ക്യാരക്ടർ കൊടുക്കണമല്ലേ? മനുഷ്യക്ക് അഭിനയിക്കാൻ കഴിവുള്ള ഒരു ക്യാരക്ടറാണെന്ന് വെച്ചിട്ട് കൊടുക്കുകയല്ലേ? ഞാൻ അത്രയ്ക്ക് ചിന്തിച്ചിട്ടുള്ളൂ. അല്ല, ആരുടെ സംവിധാനത്തിലാണ് മോണിഷയുടെ ഈ അഭിനയ മികവ് ഇങ്ങനെ പൂർണ്ണമായി വരുന്നത്? അത് ഓഫ്കോഴ്സ് വാസേട്ടൻ്റെ എത്ര പടത്തിൽ ചെയ്തു? ഹൃദുഭേദത്തിൽ ചെയ്തു, അതിലാള് വേറെ തന്നെ അല്ലേ? അപ്പം അങ്ങനെ വാസേട്ടൻ ചെയ്യിപ്പിക്കുന്നതും വലിയ വലിയ പ്രഗത്ഭരായ നടന്മാരെ കൂടെയല്ലേ? തിലകൻ്റെ ഇതിലും മുരളിയുടെ കൂടെയും ഹൃദുഭേദത്തിൽ ചെയ്തു. അതൊക്കെ അവിടെയൊക്കെ മുമ്പിൽ ചെയ്യണമെങ്കിൽ നല്ല ഒരു മനസ്സിന് നല്ല ഒരു ബാലൻസ് വേണമെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുള്ളൂ. അന്ന് എനിക്കത് അറിയില്ലായിരുന്നു. സ്വതസിദ്ധമായി വരികയല്ലേ എന്നാ എൻ്റെ വിചാരം ഉണ്ടായിരുന്നുള്ളൂ. ഓഫ്കോഴ്സ് പിന്നെ MT പരിന്തച്ചൻ അതിൻ്റെ കൂട്ടത്തിൽ വാസേട്ടൻ തന്നെയാണ്. ഒരു ചലച്ചിത്ര നടി എന്നുള്ള നിലയ്ക്ക് എത്രമാത്രം ഒരു ആത്മബോധം, എത്രമാത്രം ഒരു കോൺഫിഡൻറ്റ് ആയിരുന്നു ഈ മോണിഷ? അത് ആ ഒരു നമ്മൾ പറയില്ലേ ഒരു സ്വക്ഷേത്ര ബലം എന്നൊക്കെ പറയുന്നില്ലേ, എത്രമാത്രം അതിനെപ്പറ്റി അവനവൻ്റെ അല്ലെങ്കിൽ ആ അഭിനയ സിദ്ധിയെക്കുറിച്ച് ബോധവതിയായിരുന്നു? മനുഷ്യക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, എനിക്ക് അഭിനയിക്കാൻ പറ്റും. സംഭ്രമല്ല, അതൊന്നും ഉണ്ടായിരുന്നില്ല. അത് കേൾക്കുക, സ്ക്രിപ്റ്റ് കേൾക്കുക, പിന്നെ അതിനെപ്പറ്റി ശരിയല്ലാതെ ഇതിലിപ്പോൾ എന്താ അത്ര ചെയ്യാനുള്ളത് അതും പറയുന്നുള്ളൂ. ഇതിലിപ്പോൾ എന്താ അത്രയ്ക്ക് അഭിനയിക്കാനുള്ളത്? സാധാരണ ഇതിലിത്ര കൂടുതലൊന്നും അഭിനയിക്കാനില്ല. അതായത് ഒരു ക്യാരക്ടറിൻ്റെ ഡെപ്ത് കണ്ടിട്ടില്ലെങ്കിൽ അവൾക്ക് അപ്പോൾ കുറച്ച് ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. അപ്പോൾ ഈ അതിനെ അവർ പറയണത് എന്താ വെച്ചാൽ ദിസ് ഷാലോ എന്ന് പറയുന്നത്. അതായത് അതാണ് പാത്രബോധം എന്ന് പറയുന്നത്. അതിന് തനിക്ക് ആഴത്തിൽ ഉൾക്കൊള്ളാൻ മാത്രം ആ കഥാപാത്രത്തിൽ ഒന്നുമില്ല എന്നുള്ളൊരു തിരിച്ചറിവായിരിക്കാം അല്ലേ? പക്ഷേ ഇതിലെന്താണ് ഉള്ളത് എന്ന് അലസമായി പറയുകയാണെങ്കിലും ആ സന്ദർഭം വരുമ്പോൾ ചെറിയ കഥാപാത്രമാവട്ടെ, ഇപ്പോൾ ആര്യൻ എന്നുള്ള സിനിമയിലൊക്കെ കുറച്ചേ ഉള്ളൂ, എന്താ ഉള്ളത് തോന്നും, പക്ഷെ ആ ഉള്ളതിനെ ഭംഗിയാക്കാനുള്ളൊരു കഴിവ് ആ സമയത്ത് മനുഷ്യക്ക് ഉണ്ടായിരുന്നില്ല. അല്ല, അത് ചെയ്യും, അത് ആത്മാർത്ഥത, അത് മനുഷ്യൻ്റെ ആത്മാർത്ഥത, അവളുടെ കലയോടുള്ള ആത്മാർത്ഥത. വേറൊന്നും എനിക്ക് അതിനോട് പറയാനില്ല. എന്ത് കാര്യം കൊടുത്താലും അത് ചെയ്യും, പക്ഷെ അതിന് ഇത് കൂടുതൽ ഡെപ്ത് ആവായിരുന്നു, അതിലൊന്നും ഇത് പോരായിരുന്നു എന്ന് ഒക്കെ എന്നോട് ചിലപ്പോൾ ഒന്നും പറയാറുണ്ട്. അതെന്താണെന്ന് എനിക്ക് പറയാറില്ല, അത് അവൾക്ക് മാത്രമല്ലേ അറിയണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ അമ്മ എന്ന നിലയിൽ ഇങ്ങനെ എല്ലാ സിനിമകളുടെയും ചിത്രീകരണത്തിലെ കാണിയായിട്ടുണ്ട്. അപ്പം നമ്മൾ നക്ഷതങ്ങൾ മുതൽ ഇങ്ങനെ നോക്കുമ്പോൾ മോണിഷ ഏറ്റവും ആ കഥാപാത്രത്തെ ഉൾക്കൊണ്ട് അഭിനയിച്ച ഒരു 2 or 3 കഥാപാത്രങ്ങൾ അത് ഏതായിട്ടാണ് തോന്നിയിട്ടുള്ളത്? അച്ഛാ, മകളുടെ ഒരു കാണിയായ അമ്മ എന്നുള്ള നിലയ്ക്കും
അഭിനേത്രി ആയിട്ടുള്ള അമ്മ എന്ന നിലയ്ക്കും? അത് മോനിഷയുടെ എല്ലാ സിനിമകളിലും ചില രംഗങ്ങളാണ്. അത് ഒന്ന് ആ ചിലത് എനിക്ക് ഓർമ്മ ഉള്ളത് ഇപ്പം പെട്ടെന്ന് ഓർമ്മ വരുന്നില്ലെങ്കിലും ഈ മോനിഷ നക്ഷത്രങ്ങളിൽ വിനീതിനോട് രാത്രി കാലത്തും പോയിട്ട് എന്തോന്ന് പറയുന്നുണ്ട്. അത് ഒരു ഡയലോഗാണ്. മുടി ഇങ്ങനെ ഇട്ടിട്ട് അതിന് ഡയലോഗ് ഓർമ്മ കിട്ടുന്നില്ല. ആ ഒരു സമയത്ത് ഇനി ആ പിക്ചർ എടുത്ത് കണ്ടാൽ ഓർമ്മ വരും. വിനീതിൻ്റെ അടുത്ത് പോയിട്ട് പറയുന്ന ഒരു രംഗമുണ്ട് അവിടെ. ആ ഒരു എക്സ്പ്രഷൻ ഞാൻ തന്നെ വല്ലാണ്ടായിപ്പോയി. ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുള്ളൊരു പെൺകുട്ടിയാണ് ആ പറയണത്. അത് അവർ പിരിഞ്ഞു പോണത് എങ്ങനെ എന്തോ ആണ് അവിടെ ആ സിറ്റുവേഷൻ. അതെപ്പോഴും അതെപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് ആ ഒരു രംഗം. അത് ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഭാഗം. അപ്പോൾ ഈ വൈകാരിക ഭാവങ്ങൾക്ക് ആണ് കൂടുതൽ മോനിഷ പ്രാധാന്യം കൊടുക്കുന്നത് എന്നിപ്പോൾ പറഞ്ഞു. അത് ഏതേതെല്ലാം വൈകാരിക ഭാവങ്ങൾക്കാണ്? ഇപ്പോൾ പ്രണയമാവാം, അല്ലെങ്കിൽ വേറെ ഭയമാവാം, അല്ലെങ്കിൽ അപ്രതീക്ഷിതത്വമാവാം, അങ്ങനെ പലതരം ഭാവങ്ങളുണ്ടല്ലോ. അപ്പോൾ ഏത് ഭാവത്തോടാണ് മോനിഷ കൂടുതൽ അടുത്ത് നിൽക്കുന്നത്? അല്ലെങ്കിൽ എന്താണ് മോനിഷയുടെ സ്ഥായി ഭാവം? മോനിഷയുടെ സ്ഥായി ഭാവം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു വെറും തമാശയാണ്. ചിരി, ഹാസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം ചിരിക്കും, മറ്റുള്ളവരിൽ എന്തെങ്കിലും ഒന്ന് കണ്ടാൽ അതിന് ചെറുതായി ഹസിച്ചും ചിരിക്കും. ഹാസ്യം തന്നെയാണ്, വേറെ ഒന്നും എനിക്ക് പറയാനില്ല. കാരണം അപ്പോൾ ഇനി ചോദിക്കുന്നത്, ഇപ്പം 32 വർഷം മുമ്പ് മോനിഷ ഓർമ്മയായി. അപ്പം ഇന്ന് ഒരു 35 വയസ്സ് അല്ലെങ്കിൽ ഒരു 40 വയസ്സ് വരെയുള്ള ആ ഒരു തലമുറയ്ക്ക് അവരുടെ ജീവിതത്തോടൊപ്പം മോനിഷ അഭിനയിച്ച സിനിമകൾ കാണാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടില്ല. അപ്പോൾ പഴയ സിനിമകൾ കാണുമ്പോൾ ഇങ്ങനെ ഒരു നടി ഇവിടെ ജീവിച്ചിരുന്നു എന്നുള്ള നിലയ്ക്ക് അവർ മോനിഷയെ കാണുകയാണ്. പുതിയ ഒരു സിനിമ പശ്ചാത്തലത്തിലും സംസ്കാരത്തിലും നിന്നുകൊണ്ട് അവരെങ്ങനെയായിരിക്കും പുതിയ തലമുറ മോനിഷയെ ഉൾക്കൊള്ളുക? കാരണം നക്ഷത്രത്തിലെ പോലെയുള്ള ഒരു പ്രണയ പശ്ചാത്തലത്വം ഇന്ന് കേരളത്തിലില്ല. അതൊക്കെ ഒരു മിത്തായി കഴിഞ്ഞ പോലെയാണ്. അപ്പോൾ പുതിയൊരു തലമുറ മോനിഷയുടെ സിനിമ കണ്ട് ഇപ്പം അവരെങ്ങനെയായിരിക്കും വിലയിരുത്തുക? അല്ല, അവർക്ക് വിലയിരുത്താൻ എന്നുള്ള ഒരു നമ്മുടെ കംപ്ലീറ്റ് ലോകം തന്നെ മാറിയ മാതിരിയാണ് എനിക്ക് തോന്നണേ. കാരണം ഒരു സെൽഫോൺ ഇല്ലാത്തൊരു കാലം, വെറും ലാൻഡ് ലൈനിൽ മാത്രം വർക്ക് ചെയ്തിരുന്നവരാണ് ഞങ്ങളെല്ലാവരും. ഏത് സ്ഥലത്തും കൃത്യസമയത്ത് ഷൂട്ടിങ്ങിനായാലും ട്രെയിനിനായാലും ബസ്സിനായാലും ഫ്ലൈറ്റിനായാലും ഒക്കെ നമ്മൾ ആ ഒരു കാലം അങ്ങനെയായിരുന്നല്ലോ. ആ കാലത്ത് ഉള്ളൊരു വിലയിരുത്തൽ ഇപ്പോൾ അത് ചിന്തിക്കാൻ പോലും സാധിക്കില്ലല്ലോ. എൻ്റെ ഗ്രാൻഡ് ചിൽഡ്രന് റിലേറ്റ് ചെയ്യാൻ പറ്റുമോ പണ്ടത്തെ കാലത്ത് ഇങ്ങനെയായിരുന്നു? അഭിനയം എങ്ങനെ വിലയിരുത്തും? എങ്ങനെയായിരിക്കും ആ നടിക്ക് നമ്മൾ എത്ര മാർക്ക് കൊടുക്കും ഇന്നത്തെ? ഉദാഹരണത്തിന് ഇപ്പം ശാലിനി എൻ്റെ കൂട്ടുകാരി എന്നുള്ള സിനിമയിൽ ശോഭയെ ഇപ്പം നമ്മൾ ആ ശോഭയുടെ അതുപോലെ പുതിയ തലമുറ അതുപോലെ അതിന് ശേഷമാണല്ലോ ഇത് വരുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും ഒരു പുതിയ സംസ്കാരത്തിൽ ജീവിക്കുന്നവർ ഈ നക്ഷത്രവും പെരുന്തച്ഛനൊക്കെ കാണുമ്പോൾ മോനിഷ എന്നുള്ള ആ ചലച്ചിത്ര നടിയെ അവർ അഭിനയത്തിൻ്റെ ഒരു കാതലിനെ പറ്റി എങ്ങനെയാവും അവർ വിലയിരുത്തുന്നുണ്ടാവുക? ഇപ്പോൾ അഭിനയ ശൈലി തന്നെ കുറച്ചൊക്കെ വ്യത്യാസപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. ശൈലി ഇപ്പോൾ ഹരിഹരൻ്റെയോ MT സാറിൻ്റെ ഒക്കെ ഒരു സ്ക്രിപ്റ്റ് വീണ്ടും എടുത്ത് ഒന്നും കൂടി ചെയ്ത് കഴിഞ്ഞാൽ മാത്രം ചിലപ്പോൾ നമുക്കതിൻ്റെ ഒരു ആൻസർ കിട്ടാൻ ചാൻസ് ഉണ്ടാവും. അങ്ങനെയാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ ഇവരുടെയൊക്കെ ഇത്രയും വലിയ കഥാകൃത്തുക്കൾ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിൻ്റെ ഒരു പഴയ കഥ എടുത്തിട്ട് ഇതിപ്പോൾ നീലത്താമര 2ാമത്തെയാണ് ഞാൻ ചെയ്തത്. അതെ. അപ്പോൾ അതിൽ പുതിയതായിട്ട് വരുന്നവരുടെ അഭിനയത്തിൻ്റെ ശൈലിയല്ലല്ലോ പണ്ട് ചെയ്തിരുന്നത്. അങ്ങനെയാണെങ്കിൽ നക്ഷത്രം ഇന്ന് മറ്റ് കഥാപാത്രങ്ങളെ വെച്ച് ചെയ്യുമ്പോഴേ ഈ മോനിഷ സാക്ഷാത്കരിച്ച ഗൗരിക്ക് അങ്ങനെ ഒരു കുട്ടി ഇന്ന് കേരളത്തിൽ ഉണ്ടോ? അല്ലെങ്കിൽ അത് അത്രയുമേൽ അത് മോനിഷ ചെയ്തതുപോലെ സാക്ഷാത്കരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? അയ്യോ, അങ്ങനെയൊന്നും ഞാൻ പറയണില്ല. സാക്ഷാത്കരിക്കാൻ പറ്റും. ഒരുപാട് ടാലൻ്റ് ഉള്ളവരാണ് ഇപ്പോഴത്തെ കാലത്ത്. അവർ എന്ത് കൈ കൊടുത്താലും ചെയ്യും.
മനുഷ്യയെ പോലെ തന്നെ അഭിനയിക്കണം പറഞ്ഞാലും ചെയ്യാനുള്ള കഴിവുള്ളവരൊക്കെ ഉണ്ട്, നല്ല ടാലൻ്റഡ് ആയിട്ടുള്ളവർ. ഇപ്പോഴത്തെ ജനറേഷൻ ഹൈലി ടാലൻറ്റഡ് തന്നെ ഞാൻ പറയാം. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു പുസ്തകം പ്രകാശിപ്പിക്കുകയുണ്ടായി, എൻ്റെ മകൾ മോനിഷ. അതായത് ഒരർത്ഥത്തിൽ മകളുടെ ഒരു ജീവചരിത്രം അമ്മ എഴുതുകയാണ്, അല്ലെങ്കിൽ മകൾക്ക് അമ്മ ഒരു അക്ഷര സ്മാരകം ഒരുക്കുകയാണ്. അപ്പോൾ ഇങ്ങനൊരു പുസ്തകം, അത് മോനിഷയുടെ ഒരു ജീവചരിത്രമാണ്, അല്ലെങ്കിൽ മോനിഷ എഴുതേണ്ടിയിരുന്ന ഒരു ആത്മകഥ പിന്നീട് ഒരു 30 വർഷത്തിന് ശേഷം അമ്മ എഴുതിയിട്ട് വീണ്ടും മോനിഷയെ ഇങ്ങനെ പ്രത്യാനയിക്കുകയാണ് മലയാളത്തിൽ. അപ്പോൾ എൻ്റെ മകൾ മോനിഷ, അത് അമ്മയുടെ കഥയാണ്, മോനിഷയുടെ അച്ഛൻ്റെ കഥയാണ്, മോനിഷയുടെ കഥയാണ്. മലയാള സിനിമയുടെ ഒരു ചരിത്രം അതിൽ കാണുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പുസ്തകം ഈ ഒരു 32 വർഷത്തിന് ശേഷം എഴുതാനും പ്രസിദ്ധീകരിക്കാനും ഉണ്ടായ ആ ഒരു പശ്ചാത്തലം, അതും കൂടെ ഒന്ന് പറയൂ. 32 വർഷം കഴിഞ്ഞിട്ട് പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയല്ല ഞാനിത് എഴുതിയത്. ഞാൻ 32 വർഷമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു കഥയാണ്. കാരണം 93 ഒരു പാട്ടുമാരി വന്നു, 2 വരി എഴുതി. പിന്നീട് ഈ പുസ്തകം കഴിഞ്ഞപ്പോൾ ആ 4 വരികളിൽ ഈ പുസ്തകം മുഴുവനും ഒതുങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എനിക്കൊരു അനുഭവം. അപ്പോൾ എഴുതാൻ തോന്നിയത് ഇതുപോലുള്ള പല കാര്യങ്ങൾ, രസകരമായ കാര്യങ്ങൾ. മോനിഷയുടെ വീട്, പിന്നെ മോനിഷ എന്നൊരു സിനിമാ നടി എന്ന നിലയിലല്ല ഞാൻ മോനിഷയുടെ പുസ്തകം എഴുതിയത്. ഞാൻ മോനിഷ എൻ്റെ മകള്, ഞങ്ങളുടെ വീട്ടിൽ തറവാട്ടിലെ ഒരു പെൺകുട്ടി, ആദ്യത്തെ സന്തതി, ആ ഒരു വാല്യൂ കൊടുത്തിട്ട് ഞാൻ ആ ഒരു പെൺകുട്ടി ഒരു തറവാട്ടിൽ ജനിച്ച് ഞങ്ങളുടെ പഴയ പാരമ്പര്യം എനിക്കത്രേ അറിയുള്ളൂ. അപ്പോൾ ആ പാരമ്പര്യത്തിൽ കൂടി ഒരു പെൺകുട്ടീനെ വളർത്തി കൊണ്ടുവന്ന് നമ്മൾ കലാപരമായും വിദ്യാഭ്യാസപരമായും അങ്ങനെ എല്ലാം ജീവിതത്തിന് ഒന്ന് നേരിടാൻ പഠിപ്പിക്കുന്ന ഒരു പ്രായമുണ്ട്. അതായത് സാധാരണമാതിരി വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് നല്ലൊരു കല്യാണം കഴിപ്പിച്ചു കൊടുത്ത് ഭർത്താവിൻ്റെ കുട്ടികളെ കൂടെ വയ്ക്കുക, അടുത്ത തലമുറയ്ക്ക് എന്തൊക്കെ വേണമെന്ന് ചെയ്യുക. ഇങ്ങനെയായിരുന്നു ഞാൻ പഠിച്ചു വന്നിട്ടുള്ള ഒരു സംസ്കാരം എൻ്റെ അമ്മ മുത്തശ്ശിമാരിൽ നിന്ന്. അതുപോലെ ഉണ്ണേട്ടൻ്റെ വീട്ടിലും അതേ കൾച്ചറാണ്. അവരും വള്ളുവനാട്ടുകാരാണ്. ഉണ്ണേട്ടനാണെങ്കിലും കലാമണ്ഡലം നമ്പീശൻ്റെ ഒരു പാട്ട് പഠിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ മോനിഷയ്ക്ക് വേണ്ടി പാട്ടൊക്കെ പാടിക്കൊടുക്കും, ഡാൻസ് എനിക്കൊക്കെ. അപ്പം ഞങ്ങളുടെ ഈ കലാപരമായിട്ടുള്ള ഇതെല്ലാം തന്നെ ഒരു പെൺകുട്ടിയിൽ കൂടി എങ്ങനെ നമ്മൾക്ക് അടുത്ത തലമുറയ്ക്ക് കൊടുക്കാം, അടുത്ത ഈ സമൂഹത്തിന് എന്ത് കൊടുക്കാം, ഇങ്ങനെ വിചാരിച്ചിട്ടാണ് ഒരു പെൺകുഞ്ഞിനെ വളരെ സുരക്ഷിതത്തോടു കൂടി നമ്മൾ വളർത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ അവിടെ എല്ലാത്തിനും എന്തിനെ നേരിടാൻ പോലും പഠിപ്പിക്കുന്ന ഒരു ട്രെയിനിങ് ഉണ്ട്, ധൈര്യം. ആ ഒരു സ്ത്രീയുടെ ശക്തി എങ്ങനെ വേണം, എവിടെ ഉപയോഗിക്കണം, എങ്ങനെ പൊരുതണം, എല്ലാം അമ്പേ തോറ്റ് ഓടാനൊന്നും പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു കുട്ടിയെ വളർത്തിക്കൊണ്ടുവന്ന് ഞാൻ എങ്ങനെ എന്ന് എനിക്ക് മോനിഷയിൽ കൂടി വേണം എഴുതാൻ. ആ മോനിഷയിലെ പാട്ട് ഡാൻസ് പഠിച്ച് ഒരു അഭിനേത്രിയായപ്പോൾ എനിക്ക് സന്തോഷമായി. കാരണം ഞാൻ ചെയ്യാൻ ആഗ്രഹിച്ചതൊക്കെ എൻ്റെ മകളിൽ കൂടി ഞാൻ ചെയ്ത് കണ്ടു. അപ്പം അവനവനെ മകളിൽ പ്രതിബിംബിച്ചു, അവനവൻ്റെ പ്രതിബിംബം മകളിൽ കണ്ടു. പക്ഷേ അവർ അകാലത്തിൽ ഓർമ്മയായി. പക്ഷെ അവരെ ഒരു വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഒരു സിനിമ ജീവിതം, ഒപ്പം തൻ്റെ ജീവിതം, അവരുടെ ബാല്യകാലം, ഇതൊക്കെയാണ് ആ പുസ്തകത്തിൻ്റെ ഒരു ഉള്ളടക്കം. ജനനം മുതൽ എന്ന് പറയില്ലേ നമ്മൾ, ഒരു പെൺകുട്ടി ഒരു വീട്ടിലേക്ക് ഉണ്ടാവണമെന്ന്, അത് മുതൽ പിന്നെ ബാക്കി നമ്മുടെ കയ്യിലല്ല അവസാന രംഗങ്ങൾ. അതെ അതെ, അതിന് ചിലപ്പോൾ തോന്നും അത് സിനിമ കാരണം, സിനിമ അതിനു കൂടി ഒരു നിമിത്തമായോ എന്ന് തോന്നിപ്പോവാത്ത അമ്മയുടെ ഹൃദയം അല്ല എനിക്ക് തോന്നാറുണ്ട്. ഞാൻ കുമാരനാശാനിൽ നിന്നാണ് തുടങ്ങിയത്. കാലം കുറഞ്ഞ ദിനമെങ്കിലും അർത്ഥപൂർണം, ഇതായിരുന്നു മോനിഷയുടെ ജീവിതം. അതുപോലെ തന്നെ കുമാരനാശാനിലാണ് ഞാൻ അവസാനിപ്പിക്കുന്നത്. ചിതാവിഷയ സീതയിൽ പറയുന്നുണ്ട്, പിരിയേണ മരങ്ങിൽ നിന്നുടൻ ശരിയായി കളി തീർന്ന നട്ടുവൻ. അപ്പോൾ ആ നിലയ്ക്ക്
ഈ മലയാള സിനിമയിൽ യഥാർത്ഥമായ അഭിനയം കളി അത് തീർന്നു. ഒരു നിയതി മോനിഷയെ മടക്കി വിളിച്ചു. പക്ഷേ ഈ ഒരു വിസ്മൃതിയിൽ ആവാതെ തൻ്റെ മകളെ ഇങ്ങനെ പരിരക്ഷിച്ചു കൊണ്ടേയിരിക്കുകയാണ് മോനിഷയുടെ അമ്മയായ ശ്രീദേവി ഉണ്ണി. ഇപ്പോൾ അവർ ആ ഓർമ്മകളെല്ലാം, മകളുടെ ഒരു ജീവിത കഥ ഒരു പുസ്തക രൂപത്തിൽ, അത് മാതൃഭൂമി ബുക്സാണത് പുറത്തിറക്കിയിട്ടുള്ളത്. മാതൃഭൂമിയുമായി ഈ കുടുംബത്തിന് വലിയ ബന്ധമുണ്ട്. ശ്രീദേവി ഉണ്ണിയുടെ മുഖചിത്രം തന്നെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ മുഖചിത്രമായി വന്നിട്ടുണ്ട്. ഇവരുടെ അമ്മ മാതൃഭൂമിയിൽ എഴുതിയിരുന്നു. ആ നിലയ്ക്ക് മാതൃഭൂമി ബുക്സ് വലിയ ഒരു സാംസ്കാരിക ദൗത്യമാണ് ഏറ്റെടുത്തത്. ആ നിലയ്ക്ക് കോഴിക്കോട്ടുകാരും കൂടിയാണ്. ഇവർ കോഴിക്കോട്ടുകാരിയാണ്. മാത്രമല്ല ഇപ്പം മാതൃഭൂമിയുടെ അമരക്കാരായിട്ടുള്ള PV ചന്ദ്രൻ, അവരുടെ അച്ഛൻ PV സ്വാമി മുതൽക്ക് ഇവർക്കുള്ള ബന്ധമുണ്ട്. അതൊക്കെ ഒരു ഒറ്റ നൂൽ തുടർച്ച പോലെ ഇങ്ങനെ കാലമൊരുക്കി വെച്ച് ഇവിടെ എത്തിച്ചു. ഒപ്പം ഈ മലയാളത്തിലും ഈ ഒരു നടിയെക്കുറിച്ചൊരു പുസ്തകം ഇല്ല. അപ്പോൾ മോനിഷ എന്ന നടിയെ അവരുടെ ക്ലാസിക്കൽ കലാപാരമ്പര്യവും അവരുടെ നടന വൈഭവവും മുൻനിർത്തി അതിനെ എപ്രകാരമാണ് അവർ ചലച്ചിത്രകലയിലേക്ക് സന്നിവേശിപ്പിച്ചത് എന്ന് ഒരു കാണിയുടെ തലത്തിൽ നിന്നുകൊണ്ട് ഞാൻ നോക്കിക്കണ്ട ഒരു പുസ്തകമാണ് മോനിഷ മലയാളത്തിൻ്റെ മൊണാലിസ. അങ്ങനെ ആ ഒരു പുസ്തകവും ഈ പുസ്തകത്തിന് അനുബന്ധ പുസ്തകമായിട്ട് പുറത്തിറങ്ങുകയാണ്. അപ്പോൾ മാതൃഭൂമി ഈ മോനിഷയെ സ്മരിച്ചതിനും അവരുടെ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു അരങ്ങ് കൊടുത്തതിലും ഞങ്ങൾ ഏറെ കൃതാർത്ഥരാണ്. മാതൃഭൂമിയോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഞാനൊരു 34 വർഷമായി മാതൃഭൂമിയുടെ ഒരു ഭാഗമാണ്. അവിടെ ഒപ്പിടാത്തൊരു സ്റ്റാഫാണ് എന്ന് തന്നെ പറയാം. ആ നിലയ്ക്ക് അത്രമേൽ ഞാൻ മാതൃഭൂമിയുമായി എന്നെ ഇങ്ങനെ ഇത്രയും കാലം പ്രോത്സാഹിപ്പിച്ചത്, ഇപ്പോൾ ഹരിലാൽ ഒക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്, അങ്ങനെ എല്ലാ കാലത്തെ പത്രാധിപന്മാരും എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഞാനും എൻ്റെ എഴുത്തിന് ഞാൻ മാതൃഭൂമിയോട് കടപ്പെട്ടിരിക്കുന്നു. ഈ സെഷൻ തീരുന്നതിന് മുമ്പ് സംവാദം. ആർക്കെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ അതിനുള്ള അവസരമാണ്. നമസ്കാരം. സത്യത്തിൽ മാഡം എങ്ങനെയാണ് മോനിഷിനെ പറ്റി പറയുമ്പോൾ ഇങ്ങനെ ചിരിക്കുന്നതെന്ന് എനിക്കും അറിയില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വലിയ ദുഃഖം തന്നെയാണ്. ഒരു കാര്യം പറയട്ടെ, ഈ അവരുടെ ഈ ആക്ടിങ്ങിനെ പറ്റിയൊന്നും പറയാനില്ല, പക്ഷേ ഏത് സിനിമയിലും അവർ നായികയായിരുന്നു. പക്ഷെ ഒരു സിനിമയിൽ മാത്രം പ്രതിനായികയായിരുന്നു, പെരുന്തച്ഛൻ. അതായത് അച്ഛനെ ഒരിക്കലും ഒരു പട്ടിയുടെ വില കാണിക്കാത്ത രീതിയിൽ എപ്പോഴാണ് ആ കത്തി താഴെ വീഴുന്നത്, ഈ മൂപ്പിളമ ഒന്നുമില്ലാതെ വളരെ മോശമായിട്ടിരിക്കുന്ന അവസ്ഥ ഉണ്ടാവുന്നപ്പോൾ അതിനെപ്പറ്റി ഒന്ന്. അതെ, അതായത് നായികയല്ലാതെ ഒരു പ്രതിനായിക സങ്കല്പത്തിലാണ് പെരുന്തച്ഛനിൽ മോനിഷയുടെ അഭിനയം. അത് അതിൽ പറയുന്നുണ്ട്, അവരോടൊക്കെ കയർക്കുന്നതൊക്കെ ഉദ്ദേശിക്കുന്നത്. ഉവ്വ് ഉണ്ട് ഉവ്വ് ഒരു പ്രതിനായിക സങ്കല്പം, ബഹുമാനവും ആദരവും കാണിക്കാതെ ആ കഥാപാത്രം അങ്ങനെയാണ്. തമ്പുരാട്ടിക്കുട്ടി, അതൊന്ന് പറയും. അല്ല, അത് ആ കഥാപാത്രം ഒന്നാമത് ഒരു എന്താ പറയുക, നമ്മൾ സ്വതസിദ്ധമായിട്ട് ആ കഥാപാത്രത്തിനെ പറയണേ. ആ കഥാപാത്രം ഒരു തമ്പുരാട്ടി എന്നുള്ള ഒരു ചെറിയ തോന്നലുണ്ടായിരുന്നിരിക്കണം. ഇതിപ്പോൾ നമ്മൾ MT വാസുദേവൻ എഴുതി വയ്ക്കുന്നതല്ല ഈ അഭിനയിക്കണത്. അപ്പോൾ അതിനോട് ഒരു വളരെ തികച്ചും ഒരു ഒരു ജസ്റ്റിസ് ചെയ്തു. അതായത് പ്രതിനായിക സങ്കല്പത്തോടും നീതി പുലർത്താൻ പ്രതിനായിക ആയാലും കഥാപാത്രമായിരുന്നു മോനിഷയ്ക്ക് എന്തും വൈദഗ്ധ്യം ഉണ്ടായിരുന്നു. അതും പറഞ്ഞു കൊടുക്കുന്നതാണെങ്കിലും എനിക്കിത് പറഞ്ഞപ്പോൾ ഓർമ്മ വന്നു. അതറിഞ്ഞ ഈ പ്രശാന്താണ് മുകളിൽ ഇരിക്കുന്നത്, മകൻ. അപ്പോൾ ഒന്നിങ്ങനെ മേലെ നോക്കണം എന്നേ പറഞ്ഞത്. ഒന്ന് മേലെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് കണ്ണൊന്ന് താത്തണം, ഇത്ര ചെയ്താൽ മതി നീ എന്ന് പറഞ്ഞു. അപ്പോൾ അത് മുഴുവൻ അതിൽ വന്നു.
അതെന്തറിയോ, അതാണല്ലോ അതിൻ്റെ അതെ, അതിപ്പോഴും ഇപ്പൊ താങ്കൾ ചോദിച്ച ആ ചോദ്യമാണ് അതിൻ്റെ വിജയം. അല്ല, അത് വളരെ വളരെ പ്രസക്തമാണ് അന്നത്തെ കാലത്തല്ലേ. കാരണം മോനിഷ ഇന്നും മലയാളിയുടെ ഉള്ളിൽ ജീവിക്കുന്നു എന്നതിൻ്റെ ഒരു തികഞ്ഞ സത്യസാക്ഷ്യമാണ് താങ്കളുടെ ഈ ചോദ്യം. അതുകൊണ്ട് തന്നെ ആ ഒരൊറ്റ ചോദ്യത്തിലൂടെ തന്നെ ഈ സംവാദം സാർത്ഥകമായി എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. സന്തോഷം. എൻ്റെ ഏറ്റവും ഹൃദയം നിറഞ്ഞ നന്ദി മാതൃഭൂമിക്കും. പറഞ്ഞ മാതിരി ഷെറിൻ ഇവിടെ അവർ ഇരിക്കുന്നുണ്ട്, ഞങ്ങളൊക്കെ പഴയ ഫ്രണ്ട്സാണ്. ആൻഡ് ഡോക്ടർ വിജയകൃഷ്ണനും ഇത്രയും നല്ലൊരു പുസ്തകം, മോനിഷയുടെ ഒരു പഠന പുസ്തകം ആയിട്ട് ഇറക്കിയതിലും വളരെയധികം. ഇതൊന്നും ഞാൻ വിചാരിച്ചതല്ല, ഞാൻ പ്രതീക്ഷിച്ചതല്ല. ഇത് എല്ലാം എനിക്ക് ഇപ്പോഴും ഒരു ഷോക്ക് മാതിരിയേ ഉള്ളൂ. ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല എൻ്റെ ഇങ്ങനെയൊരു പുസ്തകം ഇത്രയും വലിയൊരു ഫെസ്റ്റിവലിന് ഇറങ്ങുമെന്നോ ഒന്നും. എനിക്ക് ഒരൊറ്റ കാര്യമുള്ളൂ, ഒരു മകൾക്ക് അമ്മയൊക്കെ എഴുതേണ്ടതായിരുന്നു, അമ്മ മകൾക്ക് വേണ്ടി ചെയ്യേണ്ടി വന്നു എന്ന എൻ്റെ ജീവിതത്തിലെ ഒരു ദൗത്യം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി.